സുഹൃത്തുക്കളെ, നമ്മുടെ പാനൽ പെട്ട റഫീഖിന് വരാൻ പറ്റിയിട്ടില്ല. ബാക്കി 4 പേരും ഇവിടെ സന്നിഹിതരാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു പാനലാണ്. വൈവിധ്യം കൊണ്ടും ആശയങ്ങളുടെ ലോകങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ടൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ടൊരു പാനലാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ ആമുഖമായിട്ട് പറയുന്നില്ല. മോഡേണിസം, ആധുനികത എന്ന വാക്ക് ഇവിടെ ഈ പാനലിൻ്റെ പേരിൽ ഉപയോഗിച്ചത് മോഡേണിസം എന്ന അർത്ഥത്തിലാണ്. അത് മോഡേണിറ്റി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ള വാക്കാണ് ആധുനികത. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 67 ശേഷം 75 കാലം വരെയുള്ള ഒരു മലയാള ഭാവുകത്വ പരിണാമത്തിൻ്റെ ഒരു വലിയ സ്ഫുടനാത്മകമായിട്ടുള്ള ഒരു ഭാവുകത്വ മാറ്റം, അതിൻ്റെ ഉള്ളടക്കമല്ല, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു വിലയിരുത്തലുമല്ല, ഇന്നിൻ്റെ കാലഘട്ടത്തോട്, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു പക്ഷേ ഉത്കണ്ഠാജനകമായിട്ടുള്ള ഒരു ചിന്താശൂന്യതയുടെ ഒരു സന്ദർഭത്തോട് അതെങ്ങനെ സംസാരിക്കുന്നു, പ്രതികരിക്കാൻ നമ്മൾക്ക് വല്ല കൂടുതൽ സാമഗ്രികൾ അവിടുന്ന് കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണം കൂടെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഭാവുകത്വ മാറ്റം എന്ന് പറയുന്നത് വെറും സാഹിത്യത്തിൽ മാത്രം ഉണ്ടായതല്ല. ഇത് ചിത്രകല, ശില്പകല, നാടകം, സിനിമ, സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളും, ഇതൊക്കെ തിയേറ്റർ അടക്കമുള്ള വലിയൊരു മേഖലകളിൽ, ഇപ്പോൾ KCS പണിക്കരൊക്കെ 50കളിൽ തന്നെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏതാണ്ട് 70കൾ ആകുമ്പോഴേക്ക് താന്ത്രിക് ആർട്ടിൻ്റെ, അല്ലെങ്കിൽ ചിലതരം കാലിഗ്രഫിയുടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളീയമായിട്ടുള്ള മാന്ത്രിക പലതരം അനുഷ്ഠാനങ്ങളുണ്ടാകും, അവരുടെ ചിത്രങ്ങളുടെ, ഇതിൻ്റെയൊക്കെ സ്വാധീനം വളരെ സ്വാഭാവികമായിട്ട് ഈ മോഡേൺ ആർട്ടിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഉണ്ടായി വരുന്ന ഒരു പുതിയ ഒരു ദൃശ്യഭാഷയുണ്ട്. ഈ ദൃശ്യഭാഷക്കൊക്കെ വെറും ചിത്രകലക്കുള്ളിൽ മാത്രമല്ല പ്രസക്തി. അക്കാലത്ത് തന്നെയാണ് കടമ്മനിട്ട വരകൾ വർണ്ണങ്ങൾ എന്ന കവിത എഴുതുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ വഴിതുറക്കലുകൾ, അന്വേഷണങ്ങൾ, ആ അന്വേഷണത്തിൻ്റെ ഊർജമാണ് നാം വാസ്തവത്തിൽ ഇന്ന് കാണുമ്പോൾ, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വളരെ മുന്നോട്ട് ഒരു പ്രേരണയായിട്ട് വർത്തിക്കുന്ന ഒരു അനുഭവ മേഖല. വേറൊരു കാര്യം, ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രതിസംസ്കാരത്തിൻ്റെ ഒരു അന്തരീക്ഷം, അത് ക്യാമ്പസുകളൊക്കെ, അക്കാലത്ത് ഒരു വിദ്യാർത്ഥിയായ ആളാണ് ഞാൻ, ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന സച്ചിദാനന്ദനടക്കം അക്കാലഘട്ടത്തിൻ്റെ ക്യാമ്പസുകളിൽ നമ്മൾ അനുഭവിച്ചതാണ് ഒരു പ്രതിസംസ്കാരത്തിൻ്റെ പലതരത്തിലുള്ള ഇന്ന് പ്രതിഷേധം എന്നത് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ്. ഏതു തരത്തിലുള്ള നിഷേധവും ഇന്ന് വളരെ സംശയാസ്പദമായിട്ടാണ് ഭരണകൂടവും സമൂഹവും കാണുന്നത്. അന്നങ്ങനെ ആയിരുന്നില്ല. അന്നത്തെ യുവാക്കളുടെ, അല്ലെങ്കിൽ അന്നത്തെ ക്യാമ്പസുകളുടെ സ്വഭാവത്തിൽ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. ഞാനിതിനെ മഹത്വവൽക്കരിക്കുകയല്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആധുനികതയെ ഒരു തരത്തിലും മഹത്വവൽക്കരിക്കാനുള്ള ഒരു ശ്രമമല്ല ഞാനിപ്പോൾ ഇവിടെ നടത്തുന്നത്. പിന്നെ ഇത് ഇന്നത്തെ ഈ ഒരു മരവിപ്പിൻ്റെ അന്തരീക്ഷത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആധുനികതയുടെ പിൽക്കാലത്ത് നിന്ന് നമ്മൾക്ക് എന്ത് ഇങ്ങോട്ട് അതിൻ്റെ ഒരു നീക്കിയിരിപ്പ് എന്തൊക്കെയാണെന്നുള്ളൊരു അന്വേഷണം. 2 കാര്യങ്ങളും കൂടി, ഈ നമ്മൾക്കറിയാം ആൾക്കൂട്ടം എന്ന നോവൽ, അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ
വീട്ടി സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുന്ന വലിയ ആൾക്കൂട്ടത്തെ പറ്റിയിട്ടുള്ളൊരു വർണ്ണനയുണ്ട്. ഇന്നും അത് വായിക്കുമ്പോൾ അതുപോലെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഈ മഹാനഗര പശ്ചാത്തലത്തിൽ, ഈ മഹാനഗരങ്ങളിൽ ഉണ്ടാവുന്ന പുതിയ പുതിയ കലാപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പല ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഡൽഹിയിൽ മാത്രം നമ്മുടെ ഒരു 8, 9, 10 വലിയ എഴുത്തുകാർ ജീവിച്ചിരുന്നു. വിജയൻ മുതൽക്ക് MP നാരായണപിള്ള മുതൽക്ക് ഇങ്ങോട്ട് കുറേ പേര്. അപ്പോൾ ഈ മഹാനഗര പശ്ചാത്തലത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള അന്യവൽക്കരണമുണ്ട്, ഒരുതരം വിമോചകമായിട്ടുള്ള ധാരാളം ഒരു അന്താരാഷ്ട്രീയമായിട്ടുള്ള കലാഭാഷകൾ. ഇപ്പോൾ ദീപക് ശിവരാമൻ ഇവിടെയുണ്ട്. ദീപക് ശിവരാമനൊക്കെ അന്താരാഷ്ട്രീയ തലത്തിൽ തന്നെ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം അക്കാലത്ത് തന്നെ ഈ ഒരു അന്താരാഷ്ട്രീയ തലത്തിലൊരു മാക്രോ വേൾഡ് വ്യൂ ഈ എഴുത്തുകാർക്കുണ്ടായിരുന്നു. നമ്മൾക്ക് എവിടെയോ അത് കൈമോശം വന്നിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ കഥകളെടുത്ത പാറകൾ എന്നുള്ള വിജയൻ്റെ കഥയെടുത്താൽ, അല്ലെങ്കിൽ 4-ാം വിരൽ എന്ന ആനന്ദിൻ്റെ കഥയെടുത്താൽ, അതൊന്നും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, ഇന്ത്യയുടെ പശ്ചാത്തലം പോലും അല്ല. പക്ഷേ അത് തുറന്നു തന്ന ഒരു വലിയ ലോകമുണ്ട്. ചിന്തയുടെ ലോകം, ചോദ്യങ്ങളുടെ ലോകം. ആണവയുദ്ധത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ, ഉത്കണ്ഠാകുലമായ ഈ കാലഘട്ടത്തിൽ പോലും പാറകൾ എന്ന കഥ അതുപോലെ പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രചനകളിലും കൂടി നമ്മൾ കാണുന്ന ഒരു തുറസ്. കഴിഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് സക്കറിയ പറഞ്ഞു, അക്കാലത്ത് ഒരു ചിന്തക്കും ഒരു തരത്തിലുള്ള കടിഞ്ഞാണിടാനുള്ള ഒരു ശ്രമവും എവിടുന്നും ഉണ്ടായില്ല. നമ്മൾക്ക് എഴുതാൻ കഴിഞ്ഞു. നമ്മൾക്ക് ഏത് തരത്തിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം മലയാളത്തിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. എവിടെയോ വെച്ച് നമ്മൾക്കത് കൈമോശം വന്നുപോയി എന്ന് ഒരു കാര്യം സക്കറിയ പറയുണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ എന്തുകൊണ്ടതുണ്ടായി, എന്തുകൊണ്ട് അതിൻ്റെ അനന്തരഫലങ്ങളല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ പറയാനേറെയുണ്ട്, ഞാൻ ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഭാവനയുടെ ഒരു വലിയ ഒരു ആത്മപ്രതിഫലന ശേഷി എന്നൊക്കെ പറയുന്ന ഒരു സെൽഫ് റിഫ്ലെക്സീവ്നെസ്, കല ഏത് തരം സമൂഹത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു നല്ല ധാരണ കൂടിയിട്ട് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരു ശക്തി ഒരു പക്ഷേ സമൂഹത്തെ മുഴുവൻ പുതുക്കി പണിയുന്നു, അതിനെ പുതുക്കി എഴുതുന്നു. ഈ തരത്തിലുള്ള ഒരു വലിയ ഭാവുകത്വ മാറ്റത്തിലടങ്ങിയ ദാർശനികവും സാംസ്കാരികവും രാഷ്ട്രീയപരമായിട്ടുള്ള, രാഷ്ട്രീയം എന്ന് എടുത്ത് അടിവരയിട്ട് പറയണം, ഇങ്ങനെയുള്ള അതിൻ്റെ ധാരാളം സാധ്യതകൾ ഇന്നും നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ ഇന്നിലേക്ക് എങ്ങനെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു അന്വേഷണം കൂടിയാണ് ഈ ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1-2 റൗണ്ടിലൂടെ ചർച്ച പുരോഗമിക്കും. ആദ്യത്തെ ഇതിനോട് പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ സ്വയം തന്നെ ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളതോ ഞാൻ MP നാരായണൻ തുടങ്ങുന്നു. എല്ലാവരും സുഹൃത്തുക്കളാണ്, എല്ലാവരും അറിയപ്പെടുന്നവരാണ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്. MP നാരായണൻ. നമസ്കാരം. ചെറിയൊരു സംശയത്തോടെയാണ് ഞാൻ ഈ ഒരു ചർച്ചയുടെ ശീർഷകം കണ്ടപ്പോൾ ചെറിയൊരു സംശയത്തോടെയാണ് ഞാനതിനോട് സമീപിക്കുന്നത്. മലയാള ആധുനികതയുടെ 50 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ന് തൊട്ട് പിന്നാക്കം നോക്കുകയാണെങ്കിൽ 75 തൊട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ആധുനികത 2025 എത്തി നിൽക്കുന്നു. അതിന് ഒരു സാധുതയുണ്ട് എന്നുള്ളത്, അത്തരമൊരു പരികല്പനയിൽ ഒരു സാധുതയുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കാരണം 75 ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിന് തൊട്ട് മുമ്പ് 75-74 ഒറ്റയായിരിക്കണം. അതിന് തൊട്ട് മുമ്പായിട്ടാണ് മറ്റേ കുരുക്ഷേത്രം എഴുതപ്പെടുന്നത്. ആ ഒരു കാലത്ത് ഒരു 70കളുടെ തുടക്കം തൊട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തെ പരിഗണിക്കുക എന്ന അർത്ഥത്തിൽ 2 ചോദ്യങ്ങൾ അതിൽ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്.
അതിനു മുൻപ് ആധുനികതയുടെ ഒരു അനുഭവം, ഒരു ഭാവുകത്വം നമുക്കുണ്ടായിരുന്നോ? ഇതിന് ശേഷവും ആധുനികതയുടെ ഒരു ഭാവുകത്വം നമുക്ക് തുടരാൻ കഴിയുമോ എന്നൊരു ചോദ്യം. കാരണം അങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നത് ആധുനികത എന്നതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന അടിസ്ഥാനപരമായൊരു ചോദ്യം വരുന്നുണ്ട് ഇതിനകത്ത്. കാരണം മലയാളത്തിൽ ആത്യന്തികമായി സാഹിത്യത്തിലുള്ള ഒരു ആധുനികതയായി പരിഗണിക്കുകയും സാമൂഹികമായ ഒരു ആധുനികത, മോഡേണിറ്റി എന്ന് പറയുന്നത് ആ രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും ഒരർത്ഥത്തിൽ സാമൂഹികമായ ഭാഷണങ്ങളും സാമൂഹികമായ അവസ്ഥകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര ഭൂമികയായി മറ്റുള്ള സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളുടെ വികാസം വേണ്ട പോലെ വരാത്ത ഒരു സാഹചര്യത്തിൽ സാഹിത്യം ആ ഒരു ആവിഷ്കാര ഭൂമികയായി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിലായിരിക്കണം ഇത്തരത്തിൽ സാഹിത്യത്തിനൊരു അപ്രമാദിത്വം കൽപ്പിക്കലും അതോടൊപ്പം ഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അടിസ്ഥാനപരമായി ഒരു സാഹിത്യമാത്ര യുക്തിയോടുകൂടി കാണുന്ന ഒരു രീതി ഉണ്ടാവുന്നത്. അപ്പോൾ മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് വേറിട്ട് കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മോഡേണിറ്റിയും മോഡേണിസവും ഒരു ഭാവുകത്വത്തിൻ്റെ ആവിഷ്കാരം എന്ന നിലയ്ക്ക്, അതിൻ്റെ പ്രസരണം എന്നുള്ള നിലയ്ക്ക് മോഡേണിസം എന്നുള്ളത് വേറിട്ട് കാണേണ്ടി വരും എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ മോഡേണിസം എന്നത് തന്നെ ഏകരൂപകമായ സമഗ്രമായ ഒരു പ്രസ്ഥാനമായിട്ടാണോ നമ്മൾ കാണുന്നത്? ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ റൊമാൻറ്റിസിസം എന്നോ അല്ലെങ്കിൽ റിയലിസം എന്നോ ഒക്കെ വിളിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതൊരു സ്കൂളായിട്ട് കാണുകയും അതിലുള്ള വിവിധങ്ങളായ എഴുത്തുകാരെ അന്യോന്യം ബന്ധപ്പെടുത്തുന്ന ചില സവിശേഷതകൾ, ചില പ്രകരണങ്ങൾ, പ്രത്യേകമായ ചില ഭാവുത്വ രീതികൾ, ചില ആവിഷ്കാര രീതികൾ എന്നിവയൊക്കെ കണ്ടെത്തുകയും അത്തരത്തിലുള്ളൊരു ഭൂമിക, എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു ഭൂമിക അവയ്ക്കുണ്ട് എന്ന ഒരു സങ്കല്പം അത്തരം പ്രസ്ഥാന ചിന്തകളിൽ ഉണ്ട്. അത്തരം പങ്കുവയ്ക്കുന്ന ഭൂമികകൾ ആധുനികതയുടെ കാലത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ, ഇന്നുമുണ്ടോ എന്നൊരു ചോദ്യം വളരെ ഗൗരവമായിട്ട് വരുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നതനുസരിച്ച് ഒരുപക്ഷെ പാശ്ചാത്യമായ ആധുനികതയുടെ, അത് സാഹിത്യ ആധുനികതയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മലയാളത്തിലെ, ഇന്ത്യയിലെ ആധുനികതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് അതൊരു അധിനിവേശാനന്തര സാഹചര്യത്തിലാണ് ഇവിടെ അത് ചുരുളഴിയുന്നത് എന്നത് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഒരു വശത്ത് ഈ ആധുനികതയ്ക്കും അതിനു മുൻപ് പോയിട്ടുള്ള ആവിഷ്കാരങ്ങൾക്കുമൊക്കെ രണ്ട് തരത്തിലുള്ള വിമർശന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒന്ന്, സ്വാഭാവികമായും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നിൽക്കുന്ന രൂപങ്ങളുടെ, അതിൻ്റെ സാംസ്കാരികമായ വിവക്ഷകളെ പലപ്പോഴും അവിടെ നിന്നും കടം കൊണ്ടിട്ടുള്ള രൂപങ്ങളുടെ സഹായത്തോടുകൂടി തന്നെ അവയെ വിമർശിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ, കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ ഒക്കെ ഒരു സാംസ്കാരിക അനുഭവത്തെ സ്വയം വിമർശിക്കുന്ന ഒരു സാഹചര്യം, അത് ഒരു പോസ്റ്റ് കൊളോണിയൽ സമീപനത്തിൻ്റെ സവിശേഷതയാണ്. കാരണം മറ്റൊരുവനെ അല്ലെങ്കിൽ എനിക്ക് അപരനായി നിൽക്കുന്ന അധിനിവേശ ശക്തികളെ വിമർശിക്കുക എന്നതിൽ ആരംഭിച്ച് ഒടുവിൽ അവനവനെ വിമർശിക്കുന്ന, സ്വയം വിമർശിക്കുന്ന ഒരു തിരിഞ്ഞുവരവ് ആ വിമർശന പദ്ധതിക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അത് മോഡേണിസത്തിലും ആധുനികതയിലും കാണാം എന്നെനിക്ക് തോന്നുന്നു. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ മറ്റ് ആധുനികതകളിൽ നിന്നും പാശ്ചാത്യമായ അല്ലെങ്കിൽ യൂറോപ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ അമേരിക്കൻ ആയിട്ടുള്ള ഒരു ആധുനികതയിൽ നിന്നും മലയാള ആധുനികതയെ വ്യത്യസ്തമാക്കുന്നത് ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ പണിക്കരുടെ ആണെങ്കിലും അയ്യപ്പ പണിക്കരുടെ ആണെങ്കിലും ഒ വി വിജയൻ്റെ ആണെങ്കിലും ആനന്ദിൻ്റെ ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആവിഷ്കാര രീതിയിൽ നിന്നും രൂപപരമായ കുറേ പരീക്ഷണങ്ങളുടെ ഒരു തലത്തിൽ നിന്നും മറ്റൊരർത്ഥത്തിൽ പ്രതിനിധാനത്തിൻ്റെ ചോദ്യങ്ങളിലേക്ക് മലയാളത്തിൻ്റെ ആധുനികത ചുവടുമാറലുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. പ്രതിനിധാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് സ്ഥാനത്ത് നിന്നാണ് എഴുതുന്നത്, ഏത് സ്ഥാനത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് എഴുതുന്നത് എന്നത് അതുവരെ ഒരു പക്ഷേ ഒരു നിശബ്ദതയിൽ ഊന്നിക്കൊണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ
കർത്തൃത്വം എന്നത് ഒരു ബ്ലാങ്കറ്റ് കർത്തൃത്വത്തിനകത്ത് നിന്നുകൊണ്ട് സവിശേഷമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടല്ലാതെ തന്നെ ഒരർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുക. വളരെ രസകരമായൊരു കാര്യം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പാശ്ചാത്യ എഴുത്തുകാരന് ഹീ ക്യാൻ അസ്യൂം ടു ബി റൈറ്റിംഗ് ഫോർ ദ ഹോൾ വേൾഡ്. ലോകത്തിന് വേണ്ടി എഴുതുകയാണെന്ന് യാതൊരു സംശയവുമില്ലാതെ അയാൾക്ക് എഴുതാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മലയാളത്തിൽ എത്ര എഴുത്തുകാർക്ക് ഞാൻ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി ഐ എം റൈറ്റിംഗ് ഫോർ ദ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ കഴിയുന്നു എന്നും പലപ്പോഴും കേരളത്തിൻ്റെ മലയാളിയുടെ ഒരു ആവിഷ്കാരമായി ചുരുങ്ങാൻ നിർബന്ധിതമാകുന്ന അതൊരു അധിനിവേശത്തിൻ്റെ സവിശേഷമായ അവസ്ഥയാണ്. പക്ഷേ അതിനകത്ത് തന്നെ ഇതര സ്ഥാനങ്ങളുണ്ട് എന്നും ആ സ്ഥാനങ്ങൾ പലപ്പോഴും അതുവരെ നിലനിർത്തി പോന്നിരുന്ന ഒരു ഭാവുകത്വവുമായി വിഘടിച്ചു നിൽക്കുന്നവയാണെന്നും അവയുടെ പ്രതിനിധാനം ആവശ്യമാണെന്നും വരുന്ന ഒരു സവിശേഷമായൊരു വികാസം മലയാളത്തിൻ്റെ ആധുനികതയിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായി ഉദ്ദേശിക്കുന്നത് ഒരു വശത്ത് സ്ത്രീപക്ഷ എഴുത്തുകളും വേറൊരു വശത്ത് ദളിതപക്ഷം എന്നുള്ള നിലയ്ക്കുള്ള എഴുത്തുകളും അതുവരെ പ്രതിനിധീകരിക്കപ്പെടാത്ത അനുഭവങ്ങളും അതുവരെ ആവിഷ്കരിക്കപ്പെടാത്ത സ്വത്വബോധങ്ങളും അനുഭവങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരു പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ സവിശേഷമായിട്ട് പറയില്ല, പറയാവുന്ന ഒരാൾ സി അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ കഥകൾ എന്നത് ആ കാലത്ത് വേണ്ട പോലെ വായിക്കപ്പെടാതെ പോവുകയും പിന്നീട് മാത്രമാണ് അയ്യപ്പൻ്റെ കഥകളുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അതൊരു റിട്രോസ്പെക്റ്റ് പോലെയാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് വരുന്ന ദളിത് എഴുത്തുകാർക്ക് ഉണ്ടായിട്ടുള്ള കുറേയും കൂടി തുറസ്സായൊരു ഭൂമിക അയ്യപ്പൻ അന്ന് ലഭിക്കാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അയ്യപ്പനോടൊപ്പം തന്നെ ഉണ്ടാകാമായിരുന്ന പല ദളിത് എഴുത്തുകാരും ഇല്ലാതാവുകയും ചെയ്യുകയും അതിന് സമാന്തരമായി തന്നെ സാറ ടീച്ചറും മറ്റും ആരംഭിച്ചിട്ടുള്ള ഒരു പെണ്ണെഴുത്തിൻ്റെ സ്ത്രീപക്ഷ എഴുത്തിൻ്റെ ഒരു സരണിയും കൂടെ ഇവിടെ വികസിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചു കൊണ്ടുവരുന്നത്. ആധുനികത ഒരേ സ്വരത്തിലല്ല സംസാരിക്കുന്നത്, പല സ്വരങ്ങളിലാണ് സംസാരിക്കുന്നത്. ആ പല സ്വരങ്ങൾ അന്യോന്യം വിമർശനപരമായി തന്നെ സമീപിക്കുകയും ആ പല സ്വരങ്ങൾ വേറൊരു നിലയ്ക്ക് മറ്റു ചില ഭാവി സാധ്യതകളെ ജനാധിപത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരർത്ഥത്തിൽ ഒരു സോഷ്യൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി എന്ന് പറയുകയും ചെയ്യുന്ന സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ചിന്തകൾ തുറന്നു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 70കളിലുണ്ടായ മലയാളത്തിൻ്റെ ആധുനികതയിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു മാറ്റം ഇവിടെ ഈ ഒരു പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നും അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ആദ്യകാലത്ത് വളരെ പ്രധാനമായി വന്നിരുന്നത് രൂപപരമായിട്ടുള്ള സങ്കേതപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് വന്നത് അധിക പങ്കും പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക്, ദ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അതിനെ ഈ ഉള്ളടക്കം രൂപമൊന്നും തിരിച്ചുകൊണ്ടുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ വളരെ ശക്തമായ രൂപപരമായ പരീക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സംശയമാവുകയും ഒരുപക്ഷെ ആ അനുഭവങ്ങൾ തന്നെ ആ രൂപത്തെ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് സംക്രമിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഇന്നത്തെ അവസ്ഥയിൽ മറ്റേ ഹേബർമാസ് പറയുന്ന ഒരു സങ്കല്പമാണ് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത്. ദാറ്റ് മോഡേണിറ്റി ഈസ് എൻ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്. അത് ഇൻകംപ്ലീറ്റ് ആണ്, അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഈ രേഖീയമായൊരു യുക്തിയിൽ പലപ്പോഴും ഇവിടെ തന്നെയുള്ള കുറേ ആൾക്കാർ ആധുനികത കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഉത്തരാധുനികതയിലേക്ക് പോവേണ്ടതുണ്ട്. അപ്പോൾ പാശ്ചാത്യ നാടുകളിലെ ഉത്തരാധുനികതയുടെ സൂചനകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പലരും ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു രേഖീയ യുക്തി തന്നെ അടിസ്ഥാനപരമായി ഒരു പാശ്ചാത്യ ചിന്തയുടെ ഒരു എൻലൈറ്റൻമെൻറ്റ്, ആ ഒരു തരത്തിലുള്ള ഒരു തിങ്കിങ്ങിൻ്റെ ഒരു ലീനിയർ ആയിട്ടുള്ള സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ നിന്ന് ഇന്ന് നാം വലിയൊരളവോളം പുറത്ത് കടക്കുകയും ആധുനികത എന്ന് പറയുന്നത് അത് സോഷ്യൽ മോഡേണിറ്റി ആവട്ടെ മോഡേണിസം ആവട്ടെ അത്
ഏതെങ്കിലും ഒരു സമഗ്രമായ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്ന, എന്നിട്ട് മുന്നോട്ട് പോവുകയും പിന്നെ അത് ചുരുളഴുകുകയും ചെയ്യുന്ന ഒരു രേഖീയ പ്രസ്ഥാനം എന്നതിലേറെ പല സ്ഥലങ്ങളിൽ, പല കാലങ്ങളിൽ, പല രീതികളിൽ തുറന്നു വരുന്ന ഒന്നായ ആധുനികതയെ കാണാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. അത്തരമൊരു കാഴ്ച മലയാളത്തിലും ആവശ്യമാണ് എന്ന് തോന്നുന്നു. കാരണം ഇത്തരമൊരു കാഴ്ചയില്ല എന്നുണ്ടെങ്കിൽ നാം ഒരുപക്ഷെ വൈലോപ്പിള്ളി എവിടെയാണ് സ്ഥാനപ്പെടുത്തുക എന്ന ചോദ്യം വരുന്നുണ്ട്. നാം കുറേയും കൂടി പിന്നോക്കം പോവുകയാണെങ്കിൽ ഉണ്ണായി വാര്യരെ എവിടെയാണ് സ്ഥാനപ്പെടുത്തുക എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആധുനികതയെ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ചുരുക്കിയെടുക്കുന്നതിന് പകരം അത് വളരെ തദ്ദേശീയം എന്നാണോ വിളിക്കേണ്ടത്, ലോക്കൽ എന്ന അർത്ഥത്തിൽ ഇവിടെ ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ നാം എവിടെയാണ് സ്ഥാനപ്പെടുത്തുക? നാരായണ ഗുരുവിനെ സാഹിത്യകാരനായിട്ട് പരിഗണിക്കാൻ കഴിയാത്ത മലയാള സാഹിത്യത്തിന് എന്ത് ഭാവിയാണുള്ളതെന്ന് പണ്ട് ചോദിക്കലുണ്ടായിട്ടുണ്ട്. ഇന്നും നാരായണ ഗുരുവിനെ സാഹിത്യകാരനായിട്ട് കാണാൻ സാമൂഹിക വിമർശകൻ, സാമൂഹിക പരിഷ്കർത്താവ്, പിന്നെ മറ്റു നിവൃത്തിയൊന്നുമില്ലെങ്കിൽ തത്വചിന്തകൻ എന്ന് പറയും. പക്ഷേ സാഹിത്യകാരൻ എന്ന രീതിയിൽ, കവി എന്ന രീതിയിൽ കാണാൻ ഇന്നും നമ്മൾ ശീലിച്ചിട്ടില്ല. ആ ശീലമില്ലായ്മ തന്നെ ഒരു പക്ഷേ നാം ആധുനികതയെ ഒരു പ്രത്യേക സങ്കുചിതമായ രീതിയിൽ കാണാനുള്ള നമ്മുടെ പ്രവണതയുടെ സൂചന കൂടിയാണ് എന്ന് തോന്നുന്നു. ബാക്കി ഇനി ഞാൻ സംസാരിച്ചു വരുമ്പോൾ ബാക്കി വളരെ ഗഹനമായിട്ട് തന്നെ നാരായണൻ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയി. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിൽ വരും. നാരായണ മാഷോട് പ്രതികരിക്കാനുള്ള എം.വിയും വലിയ ഇത്തരം കാര്യങ്ങളിൽ ആഴമേറിയ ധാരണയുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്. അവരുടെ അടുത്താണ് ഞാൻ ഇരിക്കണതെങ്കിലും ഞാൻ ആ ജനസിൽപ്പെടുന്ന ആളല്ല. അതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഇടപെടലിലുണ്ടാവും. നമ്മൾ പണ്ട് നമ്പൂരി പയ്യനെ തല്ലാൻ പോയ കഥയുണ്ടല്ലോ, മർമ്മറിയുന്ന ആൾക്ക് തല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഈ വിഷയത്തെ കുറേ കൂടി അവ്യക്തമാക്കുകയും സങ്കീർണമാക്കുകയുമാണ് ഇ.വിയും എം.വിയും ചെയ്തത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത്ര പരിഭ്രമിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ മാതിരി ഇത് മർമ്മറിയാത്തുള്ള പ്രശ്നമാവും. ഒരു കാര്യം, ഇവിടെ ഈ വിഷയനിർദ്ദേശത്തിലൊരു പ്രശ്നമുണ്ടെന്നുള്ളത് ശരിയാണ്. ആധുനികത എന്ന് പറയുമ്പോൾ മോഡേണിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, മോഡേണിസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഡേണിറ്റി എന്ന് പറയുന്നത് ഹെവർമാസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റിൽ പറയുന്നതുണ്ടല്ലോ, ഈ മോഡേണിറ്റിയുടെ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം, പ്രായോഗിക പരീക്ഷണം ഫ്രഞ്ച് വിപ്ലവമെന്ന് പറയും. അത് ആ മോഡേണിറ്റി എന്താണെന്നും മോഡേണിറ്റിയുടെ ഒരു കാലസൂചനയുണ്ട് അതിൽ. എന്നാൽ മോഡേണിസം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സാഹിത്യത്തിലുണ്ടായിട്ടുള്ള അന്നത്തെ ആ ഒരു സവിശേഷ സന്ദർഭത്തോടുള്ള സാഹിത്യത്തിലും കലയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളുടെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ്. കേരളത്തിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു റെപ്ലിക്കയല്ല ഇവിടെ. മോഡേണിറ്റി അതല്ല, മോഡേണിസം അതല്ല. ഞാൻ മോഡേണിറ്റിയെ തൽക്കാലം മാറ്റിവെക്കുന്നു. മോഡേണിസം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലും കലയിലും ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. കേരളത്തിൽ മോഡേണിസം ഉണ്ടാവുന്നത് ഇവർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ഞാൻ കുറച്ചും കൂടി പിന്നാക്കം പോവുക. ഇത് കൊല്ലം 75-ന് ശേഷം 25-50 എന്നുള്ള ആ ഒരു ഫ്രെയിമിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഈ മോഡേണിസം മലയാള സാഹിത്യത്തിലും കലയിലും ഒക്കെ വരുന്നത് 1950-കളുടെ അവസാനത്തോടു കൂടിയാണ്. അതിന് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. 1950 ഇവിടെ പറഞ്ഞ പോലെ പോസ്റ്റ് കൊളോണിയൽ കാലമാണ്.
സ്വാതന്ത്ര്യ ലബ്ധിയുടെ ശേഷമുള്ള ആദ്യ ദശകം. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തിൽ 1957 കേരള പിറവിക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. അത് അന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം ആണ്. യുദ്ധാനന്തര ലോകത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ചേരി ഇങ്ങനെ ഉദിച്ച് ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയെപ്പോലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു രാജ്യത്തിൻ്റെ ഒരു കോണിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി കൺസെൻറ്റോടുകൂടി അധികാരത്തിൽ വന്നു എന്നുള്ളത് ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും കമ്മ്യൂണിസത്തിനുമെതിരായിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള ഒരു ഇടപെടൽ അമേരിക്കൻ CIA നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കാലേ തന്നെ വെളിപ്പെട്ടതാണ്. അപ്പം അടുത്ത ദിവസം ബ്രിട്ടൻ ആ കാര്യത്തിൽ ഇന്ത്യയിലെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രിസഭയിലെ ആളുകളും പാർട്ടിയുടെ ആളുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു 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 കൗണ്ടർ റബലിയൻ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള അരങ്ങൊരുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ സാഹിത്യത്തിലെ മോഡേണിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിഖ്യാതനായ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകൻ ഡാൻ ഹിൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ത്രെറ്റ് ടു റീസൺ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം ഞാനിവിടെ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് സോഷ്യലിസ്റ്റ് റിയലിസത്തിന് പകരമായി ആധുനികതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ആധുനികതയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിൽ, ധനസഹായം ചെയ്യുന്നതിൽ CIA സുപ്രധാനവും പരമരഹസ്യവുമായ പങ്കുവഹിച്ചു എന്ന് ഈ ഡാൻ ഹിൻഡ് ഇവിടുത്തെ കോണ്ടക്സ്റ്റിലല്ല, യൂറോപ്യൻ കോണ്ടക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാനതിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായും കമ്മ്യൂണിസത്തിനെതിരായിട്ടും ഒരു പ്രതിലോമ പ്രതിതരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ തന്നെ ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്നൊരു തർക്ക വിഷയമേ അല്ല. അപ്പം ഇവിടെ പുരോഗമന സാഹിത്യം 1940കളുടെ അവസാനത്തോടുകൂടി പുരോഗമന സാഹിത്യത്തിൻ്റെ വേലിയിറക്കം ആരംഭിച്ചു. ഈ പുരോഗമന സാഹിത്യം ഉയർത്തിപ്പിടിച്ച ആശയാവലികളോട്, സാഹിത്യസങ്കല്പത്തോട്, ജീവിത വീക്ഷണത്തോട് ഒക്കെ അതിനൊക്കെ എന്താ പറയുക തള്ളിക്കളയുന്ന ഒരു സാഹിത്യ ഭാവുകത്വത്തെ, സാഹിത്യ പ്രസ്ഥാനത്തെ, സാഹിത്യ രചനാരീതിയെ ആണ് ഈ സാഹിത്യത്തിലെ ആധുനികത. അതിൻ്റെ ആരവങ്ങളോടുകൂടിയിട്ടുള്ള അരങ്ങേറ്റത്തിൻ്റെ പിന്നിൽ കുപ്രസിദ്ധമായ ആ ചാരസംഘടനയുടെ രക്തപങ്കിലമായ ഗുപ്തഹസ്തങ്ങളില്ലേ എന്ന സംശയം ഞാൻ ഉന്നയിക്കാം. രണ്ടാമത്, മലയാളത്തിലെ ഈ ആധുനിക പ്രവണതകളുടെ ആരംഭം ആധുനികനാണെന്ന് ആരും പറയാത്ത ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലാണ് ഞാൻ കാണുന്നത്. അത് 1958 പുറത്തു വരുന്നത്. ആ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ വിശ്വം എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. തന്നെ തിരഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അല്ലെങ്കിൽ അസ്തിത്വം തന്നെയാണ്, അസ്തിത്വം തന്നെയാണ് അയാളുടെ പ്രശ്നം, അയാളുടെ പ്രതിസന്ധി. അപ്പോൾ തന്നെ തിരഞ്ഞു നടക്കുന്ന ഒരു കഥാപാത്രത്തെ ഈ സുന്ദരികളും സുന്ദരന്മാരും എന്നുണ്ടോ അതിലെ ഒരു പ്രധാനം. ഈ കഥാപാത്രം, ഈ വിശ്വം കുട്ടിക്കാലത്ത് അയാളൊരു വിചിത്ര സ്വഭാവമുള്ള ആളാണ്. കോഴിമുട്ട മണ്ണിൽ കുഴിച്ചിടും, അത് മുളച്ച് കോഴിയായിട്ട് ചിറക് വിരിച്ച് പുറത്തു വരുന്നതാണ് ആ കുട്ടിയുടെ ധാരണ. നോവലിൻ്റെ അവസാനത്തിൽ ഈ വിശ്വം പറയുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. തന്നെ തിരിച്ചറിഞ്ഞ വിശ്വം പറയുന്നത്, ഇനി ഞാൻ മുളയ്ക്കാത്തതൊന്നും കുഴിച്ചിടാൻ വിചാരിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കമൻ്റായിട്ട് ഞാൻ കരുതുകയാണ്. മുളയ്ക്കാത്തതൊന്നും കുഴിച്ചിടാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ വിവക്ഷിക്കുന്നത് സോഷ്യലിസം, കമ്മ്യൂണിസം,
ജനാധിപത്യം, സെക്കുലറിസം, ഉദാര മാനവികത, ഞാൻ അതിൻ്റെ എത്ര എടുത്താൽ നിട്ടാം. ഇതുപോലെ ഉള്ള നേരത്തെ പറഞ്ഞ ഈ മോഡേണിറ്റി മുതൽ മുന്നോട്ട് വയ്ക്കുകയും ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സവിശേഷമായ രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഒരു 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 ദർശനം, ഒരു കാഴ്ചപ്പാട്, ഒരു മൂല്യബോധം, ഇതിനെ മുഴുവൻ തിരസ്കരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നട്ടാൽ മുളയ്ക്കാത്ത ആശയങ്ങളാണ്, സങ്കല്പങ്ങളാണ്, സ്വപ്നങ്ങളാണെന്നും അതിൻ്റെ പിറകെ നടക്കുന്നത് വ്യർത്ഥ വ്യായാമമാണെന്നുമുള്ള ആശയമാണ് ഈ നോവലിൽ ഈ കഥാപാത്രത്തിലൂടെ ഉറൂബ് ആവിഷ്കരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ പിൽക്കാലത്ത് ഒ വി വിജയൻ്റെയും എം മുകുന്ദൻ്റെയും സക്കറിയയുടെയും ഒക്കെ മറ്റേ നിരവധി നായകന്മാരിലൂടെ നമ്മൾ ആവർത്തിച്ച് കണ്ട ആ കഥാപാത്രങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ് ഈ വിശ്വം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ആധുനികത എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഒറ്റ കൊട്ടയിൽ ഒറ്റ താപ്പിൽ അളക്കാൻ കഴിയുന്ന ഒന്നല്ല. ഏറ്റവും ചുരുങ്ങിയത് അതിൽ 2 സമാന്തര ധാരകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഞാൻ ഒന്നിനെ നിഹിലിസ്റ്റിക് മോഡേണിസം എന്ന് പറയുന്നു, മറ്റതിനെ റിയലിസ്റ്റിക് മോഡേണിസം എന്ന് പറയുന്നു. ഈ നിഹിലിസ്റ്റിക് മോഡേണിസവും റിയലിസ്റ്റിക് മോഡേണിസവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് അതിൻ്റെ രൂപഘടനയിലുള്ള വ്യത്യാസമല്ല, അതിൻ്റെ ആ എഴുത്തുകാരൻ വെച്ച് പുലർത്തുന്ന സ്റ്റാൻഡ് പോയിൻ്റ്, ആരുടെ കൂടെ നിന്നാണ്, എന്ത്, എങ്ങനെ, എവിടെ വെച്ച് ആണ് നോക്കുന്നത്. ഈ എഴുത്തുകാരൻ്റെ വീക്ഷണ സ്ഥാനമാണ്, സ്റ്റാൻഡ് പോയിൻ്റാണ് ഈ എഴുത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ 2 നിലപാടുണ്ട്. ഒന്ന് നിഹിലിസ്റ്റിക് മോഡേണിസം, മറ്റൊന്ന് റിയലിസ്റ്റിക് മോഡേണിസം. ഞാനതിന് 2 കവികളെ, അയ്യപ്പ പണിക്കരെയും NN കക്കാടിനെയും, ഈ 2 ധാരകളുടെയും ക്രമത്തിലുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു പ്രഥമ പ്രപഞ്ചകന്മാർ എന്നുള്ള നിലയ്ക്ക് കാണുകയാണ്. ഇതും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, ഞാനതിൽ പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഈ കക്കാടിൻ്റെ കവിത, കക്കാട് വളരെയേറെ എന്താ പറയുക, മാർജിനൽ, ബോധപൂർവം വഴിയിലോരത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടൊരു കവിയാണ്. വാസ്തവത്തിൽ മലയാള കവിത നിരൂപണവും സാഹിത്യ നിരൂപണവും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും ആഴത്തിൽ അപഗ്രഥിക്കുകയും ചെയ്യേണ്ട ഒരു കാവ്യജീവിതമാണ് കക്കാടിൻ്റേത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞ അതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രണം കൂടിയുണ്ട് ഞാൻ വിചാരിക്കുന്നു. കക്കാടിനെ പോലുള്ള കവികളെ മാർജിനൽ അനലൈസ് ചെയ്യാനുള്ള ശ്രമം. അതിന് കാരണം എന്താണ്? കക്കാടിൻ്റെ കവിത ഈ മോഡേണിസം എന്ന പൊതു വിഭാഗത്തിൽ പെടുമ്പോഴും അത് വ്യത്യസ്തമായി നിൽക്കുകയാണ്. കാരണം അത് റിയലിസ്റ്റിക് മോഡേണിസമാണ്. എന്താ കക്കാടിൻ്റെ കവിതയുടെ ഒരു പ്രത്യേകത? ഈ കവിത കക്കാട് തന്നെ പറയുന്നുണ്ട്, പഴയ കവിത എന്ന് പറഞ്ഞാൽ പുരോഗമന സാഹിത്യത്തിൻ്റെ പാരമ്പര്യം അടക്കമുള്ള പഴയ പാരമ്പര്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താ? കവിത എന്ന് പറയുന്നത് എന്താ പറയുക, അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വായിക്കാതെ തന്നെ ആസ്വദിക്കാം എന്നുള്ള മട്ടമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്ര സുതാര്യമായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഒഴിച്ചു വെച്ച ഒരു പാനീയം എടുത്തു കുടിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം മാത്രമായിട്ട് കവിതാ വായന, കവിതയുടെയോ സാഹിത്യത്തിൻ്റെയോ കലയുടെയോ ആസ്വാദനം മാറുന്ന അത്ര നേർപ്പിച്ച ഒരു പാരമ്പര്യം, ഒരുതരം പോപ്പുലർ എന്ന് പറയാൻ, അത്തരം ഒരു പോപ്പുലറായ ഒരു പാരമ്പര്യത്തെ ഡീപോപ്പുലറൈസ് ചെയ്യാണ് വാസ്തവത്തിൽ കക്കാട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കവിതകളെ പറ്റി ഒരു 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 എന്താ പറയുക, ഒരു അന്യാപദേശ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരു അതിഥിയെ ഊണൊഴിക്കാൻ വിളിക്കുന്നു. ഊണൊഴിക്കാൻ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ മറ്റെന്താണ് ഡ്രോയിങ് റൂമിൽ ഇരുത്തുന്നു. എന്നിട്ട് ഊണ് കഴിക്കാറായ ഡൈനിങ് റൂമിൽ ക്ഷമിച്ചു കൊണ്ടുവരും. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അവസരം കൊടുക്കാറില്ല. കാരണം ഈ അടുക്കളയിലാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിൻ്റെ രഹസ്യം മുഴുവൻ അടുക്കളയിലാണ്. അപ്പോൾ ആ രഹസ്യം പുറത്തു വിടാതെ ഒരു പ്രതീതി ഈ സൃഷ്ടിക്കുകയാണ് ഈ അതിഥിയുടെ മുന്നിൽ ആതിഥേയം ചെയ്യാറുള്ളത്. ഇതിനെ ഞാൻ ക്ലോസ്ഡ് പോയട്രി എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാവ്യരചനയ്ക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, കാവ്യരചനയുടെ പ്രശ്നങ്ങൾ.
അത് വായനയുടെ സമയത്ത് നമുക്ക് അനുഭവിക്കുന്നില്ല. അതാണ് നമ്മൾ പറയില്ലേ കരടില്ലാത്ത രചന എന്നൊക്കെ പറയും. അങ്ങനെ കരടില്ലാത്ത രചന എന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന സമയത്ത് മറ്റേ വായനക്കാരൻ അത് അനുഭവിക്കുന്നില്ല. അയാൾ വളരെ സുഖമായിട്ട് ഈ പറഞ്ഞ മാതിരി പോവാണ്, ഇറക്കത്ത് സൈക്കിൾ ചവിട്ടുന്ന മാതിരിയുള്ള ഒരനുഭവമാണത്. എന്നാൽ ഓപ്പൺ പോയട്രി ഉണ്ട്. ഓപ്പൺ പോയട്രി എന്ന് പറയുന്നത് ഈ അടുക്കള തുറന്നു വെച്ച് ഈ അടുക്കള കണ്ടുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ചില ഹോട്ടലിലൊക്കെ കഴിക്കണം അടുക്കള ഉമ്മർത്ത് തന്നെ അടുക്കള കണ്ടുകൊണ്ടാണ് ഊണ് കഴിക്കുക. അപ്പോൾ അടുക്കള കാണുമ്പോൾ അടുക്കള കാണുമ്പോൾ ഈ ഭക്ഷണം എങ്ങനെ പാകം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് പലപ്പോഴും ഈ ഊണിൻ്റെ രസം കൊല്ലിയാണ് അടുക്കള കാഴ്ചകൾ. മനസ്സിലായോ? അങ്ങനെ ഈ ഊണിൻ്റെ രസം കൊല്ലിയായ അടുക്കള കാഴ്ച, അടുക്കള തുറന്നിട്ട് കൊണ്ടുള്ള ഒരു കാവ്യരചന രീതി, അതിനാണ് ഓപ്പൺ പോയട്രി എന്ന് പറഞ്ഞത്. രചന രീതിയാണ് ഈ കക്കാട് മലയാള കവിതയിൽ അവതരിപ്പിച്ചത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, സ്റ്റാൻഡ് പോയിൻ്റ് എന്ന്. ഇപ്പോൾ പണിക്കരുടെ ഒരു സമീപനം എന്താ, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ സ്റ്റാറ്റിക്കാണ്, അത് മാറാത്തതാണ്, മാറ്റാൻ കഴിയാത്തതാണ് യാഥാർത്ഥ്യം. എന്നാൽ യാഥാർത്ഥ്യം മാറുന്നതാണ്, മാറ്റാൻ കഴിയുന്നതാണ്, മാറ്റേണ്ടതാണ് എന്ന സമീപനമാണ് കക്കാടിൻ്റെ കവിതയിൽ നമ്മൾ കാണുന്നത്. ഞാനതിനെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സമീപനം, മറ്റൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സമീപനമാണ്. അപ്പോൾ ആ തരത്തിൽ ഈ കാവ്യരചനയുടെ പശ്ചാത്തലത്തിലും കവിതയുടെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ പണിക്കർ സൃഷ്ടിച്ചു വെച്ച ഒരു കാവ്യ പാരമ്പര്യത്തിന് സമാന്തരമായി സഞ്ചരിച്ച മറ്റൊരു കാവ്യ പാരമ്പര്യവും മലയാളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കക്കാടിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, എങ്ങും മലവാകകൾ പൂക്കുന്നത് ഞാൻ കാണുന്നു, ദിക്കുകൾ അരുണാഭമാകുന്നു, താമ്രവാസസ്സായ ദേവി നീ വരുമെന്നെനിക്കുറപ്പുണ്ട്. ഇത് ഈ പറഞ്ഞ ഈ ആധുനിക എഴുത്തുകാരുടെ കൊടി ഉയർത്തിപ്പിടിച്ച് സഞ്ചരിച്ച മലയാളത്തിലെ കവികൾക്കിടയിലും നോവലിസ്റ്റുകൾക്കിടയിലും കഥാകൃത്തുക്കൾക്കിടയിലും ഒരു ഏകാന്ത പഥികനായിരുന്നു കക്കാട് എന്ന് കാണിക്കാനാണ് ഞാൻ ഇത് ഉദ്ധരിച്ചത്. ഈ കക്കാട് സൃഷ്ടിച്ചു വെച്ച പാരമ്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് മോഡേണിസം. ആ റിയലിസ്റ്റിക് മോഡേണിസമാണ് പിന്നീട് ആറ്റൂർ രവിവർമ്മയും സച്ചിദാനന്ദനും കടമ്മനിട്ട രാമകൃഷ്ണനും നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വരെയുള്ള കവികൾ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിലെ കവിതയുടെ എന്ന് പറഞ്ഞാൽ ഒരു പഴയ, അന്ന് കവിത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത്. അതിന് വ്യത്യസ്തമായിട്ട് എല്ലാ സാഹിത്യ ശാഖകളും ഇങ്ങനെ മത്സരിച്ച് പുറത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ കവിതയ്ക്ക് ഒരു പുഷ്കലകാലം തീർത്തത് ഇവരൊക്കെ കൂടിച്ചേർന്നിട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും നാരായണമാഷയോട് അവതരിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പരിചയിച്ചതാണ്. 80കളിലൊക്കെ ആധുനികതയുടെ ഒരു പ്രസക്തിയെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ മലയാളത്തിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അളവ് വരെ മലയാള ഭാവുകത്വത്തെ വികസിപ്പിക്കാനുള്ള ഒരു ഭൂമിക സൃഷ്ടിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതൊക്കെ വലിയ തരത്തിലുള്ള ലഘൂകരണങ്ങളായിട്ടാണ് ഞാൻ കാണുക. ഇപ്പോൾ അമേരിക്കൻ ചാരസംഘടനക്ക് മലയാളത്തിൽ ചെറുകഥയിലും നോവലിലും ഒക്കെ വലിയ താല്പര്യമുണ്ട് എന്നറിയുന്നത് നമ്മൾക്ക് ഒരു അതിർത്തി വരെ ഇന്ന് ആലോചിക്കുമ്പോൾ അത് ഇത്തരം ലഘൂകരണങ്ങളിൽ നമ്മൾ ഇനി എന്തിന് സമയം ചെലവഴിക്കണം എന്ന ഇന്നും ഒ വിജയനോ ആനന്ദോ എഴുതിയ കൃതികളൊന്നും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെ വളരെ ഗൗരവമായിട്ട് സമീപിക്കുന്ന ഒരു വായനാ സമൂഹം ഇവിടെയുണ്ട്. ആ വായനാ സമൂഹത്തിന് പാർട്ടിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിത്യരാഷ്ട്രീയത്തിൻ്റെ അല്ല അവർ മഥിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്നും വധശിക്ഷയെ പറ്റിയിട്ട്, കടൽ തീരത്തെന്നൊരു കഥ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ധാരാളം ഞാൻ കൂടുതൽ ദീപക് ശിവരാമൻ ഇവിടെയുണ്ട്, അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഈ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആധുനികത എല്ലാ കാലത്തും അതിൻ്റേതായിട്ടുള്ള
ഞാൻ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കുന്നു. വലിയ ധാരകളുണ്ട്. ഇത് സമാന്തരമായിട്ടും അല്ലാതെയും നിരന്തരമായിട്ട് അന്യോന്യം പ്രതിപ്രവർത്തിച്ചുകൊണ്ടും, അതാണ് എം വി നാരായണൻ പറയുന്നത്, അന്യോന്യം വൈരുദ്ധ്യങ്ങളിലൂടെ അന്യോന്യം പ്രതിപ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് പോയ, അതിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള, ദൃശ്യപരമായിട്ടുള്ള, ദാർശനികമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ, അത് നമ്മൾക്ക് വിലപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. തീർച്ചയായും ദീപക് ശിവരാമന് വ്യത്യസ്തമായിട്ട് പലതും പറയാനുണ്ടാവും. ഇതായിരിക്കില്ല നല്ലത്. സോറി. ഓക്കെ. ഈ ചർച്ചയുടെ ആമുഖമായിട്ട് ഈ നാരായണൻ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യം, ആധുനികതയെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ അകത്ത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ വിശദമായിട്ട് അതിലൂടെ കടന്നു പോവുകയല്ല, മറിച്ച് ഈ പറയുന്ന നവഭാവുകത്ത് കാലഘട്ടത്തിൽ നിന്നും ഏതെങ്കിലും സാമഗ്രികൾ ഈ പുതിയ കാലത്ത് ഉപകാരപ്രദമാകുമോ എന്നുള്ളൊരു അന്വേഷണത്തിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിൻ്റെ കലാലോകത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സാഹിത്യ പ്രധാനമായിട്ടുള്ള ചർച്ചകളാണ് പലപ്പോഴും സംഭവിക്കുക. അങ്ങനൊരു കാര്യത്തെക്കുറിച്ചും ഈ പരാമർശിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ ആധുനികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിത്രകല, നാടകകല അല്ലെങ്കിൽ സിനിമ പോലെയുള്ള മേഖലയിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റെ രൂപപ്രകൃതികളിലുണ്ടായിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയേണ്ടതും അതെങ്ങനെയാണ് മലയാളികളുടെ ആധുനിക ബോധത്തിന് കാരണമായി തീർന്നിട്ടുള്ളത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഈ എം വി നാരായണൻ മാഷ് സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് കേരളത്തിലെ ആധുനികത രൂപപ്പെട്ടു വന്നിട്ടുള്ളത്, പ്രത്യേകിച്ചും യൂറോപ്പിലെ ആധുനിക കാലഘട്ടം, പ്രത്യേകിച്ചും വളരെ മുമ്പ് തന്നെ കേരളത്തിൻ്റെ ആധുനിക അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ആധുനികതയ്ക്ക് വളരെ മുമ്പേ തന്നെ അതിൻ്റെ തുടക്കം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ ചരിത്രത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കോളനൈസേഷൻ്റെ കാലത്തിനൊക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവ വിവാഹമായിട്ടാണ് നമ്മളതിനെ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുള്ള ഒരു മാറ്റം, ഭാവുകത്തിലുണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ KCSC പണിക്കരുടെ കുറിച്ച് പരാമർശിച്ചപ്പോൾ KCS പണിക്കർ ഒക്കെ ഈ റിവൈവലിസ്റ്റ് ആശയങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കലാരൂപങ്ങളും അതിലേക്കുള്ള മടങ്ങിപ്പോക്കുകളും അവിടെ നിന്ന് ഊർജം ആവാഹിച്ചു കൊണ്ടുള്ള കലാപ്രവർത്തനങ്ങളൊക്കെ ഈ ആധുനിക ലോകത്ത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ചിന്തയുടെ പുറത്തുനിന്നാണ് അത് സംഭവിക്കുന്നത്. അതിൻ്റെ അതേ കാര്യം തന്നെ നാടകവേദിയിലും ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഇപ്പോൾ കാവാലം നാരായണ പണിക്കർ പോലെയുള്ള നാടകപ്രവർത്തനങ്ങളോട് സംഭവിക്കുന്നുണ്ട്. അത് കൊളോണിയൽ കാലത്തുണ്ടായി കൊണ്ടുവന്നിട്ടുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള റെപ്രസെൻറ്റേഷണൽ ആർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ബദലായിട്ടുള്ള എങ്ങനെയാണ്, അല്ലെങ്കിൽ ചിത്രകലയിലാണെങ്കിൽ ഇപ്പോൾ ചുമർ ചിത്രകലകൾ അല്ലെങ്കിൽ അത്രയും ഇവിടെ നിലനിന്നിട്ടുള്ള ചില സമ്പ്രദായിക രീതികളിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ കലാപ്രവർത്തനം തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള കാനായി കുഞ്ഞിരാമൻ, MV ദേവൻ, CN കരുണാകരൻ, പത്മിനി, അല്ലെങ്കിൽ കെ ദാമോദരൻ തുടങ്ങിയ ആളുകളിലൊക്കെ അത് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ചില പ്രത്യേകിച്ചും MV ദേവൻ്റെയൊക്കെ
ചില ശില്പങ്ങൾ, ഇപ്പോൾ യക്ഷി പോലുള്ള ശില്പങ്ങളൊക്കെ ഒരു പ്രത്യേക കാലത്ത് ഉണ്ടാകുന്നത് വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റായിട്ടാണ് ചരിത്രത്തിൽ ആക്ച്വലി ഞാനൊക്കെ കാണുന്നത്. അത് ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഈ കാലത്ത് നമ്മൾ അങ്ങനെ ഒരു ശില്പം, അങ്ങനെ ഒരു രൂപഘടന ഒക്കെ പബ്ലിക് സ്പേസിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു ചോദ്യം അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പഴയകാല കാലത്തുണ്ടായി പറയുന്ന 19 വർഷത്തിലുണ്ടായിട്ടുള്ള ആധുനിക മേഖലയിലുണ്ടായിട്ടുള്ള കലാ ഇടപെടലുകളിൽ എന്തൊക്കെ സാമഗ്രികളാണ് നമുക്കൊരു പക്ഷേ ഈ പുതിയ കാലത്ത് നമ്മൾ ഈ പ്രത്യേകിച്ചും പ്രശ്നഭരിതമായിട്ടുള്ള ഈ പുതിയ കാലത്ത് എങ്ങനെയാണത് ഗുണം ചെയ്യുക എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ട് ഓർമ്മ വരുന്നത്. ഇത് നാടകത്തിലെത്തുന്ന സമയത്ത് നാടകത്തിൽ 2-3 ധാരകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് കവലം നാരായണപ്പണിക്കരുടെ പേര് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് വെച്ചിട്ടുള്ള ധാര എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല ഭാഗത്തും, അപ്പോൾ കർണാടകയിലാണെങ്കിൽ BV കാരന്ത്, അല്ലെങ്കിൽ മണിപ്പൂരിൽ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള രത്തൻ TM, അല്ലെങ്കിൽ ഹബീബ് തൻവീർ മധ്യപ്രദേശിൽ, കനൈലാൽ മണിപ്പൂർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അവരുടെ തദ്ദേശീയമായിട്ടുള്ള രൂപഘടനകളിലേക്ക് തിരിച്ചു പോവുകയും അവിടെ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുള്ള കലാ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാവാലവും കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താപദ്ധതി ഒരു പക്ഷേ വളരെ പരിമിതമായിട്ടുള്ള കേരളം എന്ന് പറയുന്ന അതിനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ വളരെ പരിസരത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഫ്യൂഡൽ പരിസരത്ത് നിന്നുകൊണ്ടാണ് കേരളത്തിനെ അദ്ദേഹം കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ കാവാലം നാരായണപ്പണിക്കർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നാടക രൂപഘടനയ്ക്ക് അത്രയധികം വലിയ പ്രാധാന്യമൊന്നും മലയാളികൾ കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ കേരളത്തിന് പുറത്താണ് കാവാലം ആദരത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് തന്നെ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നാടകക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ റിയലിസ്റ്റുകളായിട്ടുള്ള തോപ്പിൽ ബാസി, AT മുഹമ്മദ് N പിള്ള പോലെ ആളുകളുടെ നാടകങ്ങളായിരുന്നു. അത് ഒരു വിഷയപരമായിട്ടുള്ള കാര്യത്തിൽ ഊന്നിയിട്ടുള്ള നാടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ, ഒരു സാമൂഹിക പ്രശ്നത്തെ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന നാടകങ്ങളാണ്. അത് സാമൂഹിക എന്താ പറയുക, സാമൂഹികമായിട്ടുള്ള നവോത്ഥാന പ്രക്രിയയിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കൃതികളായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അതിന് രൂപപരമായിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പരാമർശിക്കേണ്ടതുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ കാര്യത്തിൽ അതിനുശേഷം ജി ശങ്കരപ്പിള്ള ആണ് മൂന്നാമത്തെ ഒരു ധാരയായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹം ലോക നാടകവേദിയും ലോക നാടകത്തിനുണ്ടായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ മലയാളികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയൊക്കെ അത് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാടക പഠനശാല തുടങ്ങുകയും ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. കാരണം അവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടക ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള തോപ്പിൽ ബാസി, KT, NN പിള്ള പോലുള്ള അവരുടെ നാടക ബോധത്തെ തിരസ്കരിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നാടക ഡ്രാമ സ്കൂളൊക്കെ ആദ്യകാലത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ആ പോരായ്മ ആണ് ഒരുപക്ഷെ ഈ പറയുന്നൊരു സങ്കീർണമായിട്ടുള്ള ഈ പറയുന്ന വിടവുകൾ പലപ്പോഴും നമ്മുടെ കലാമേഖലയിൽ കാണാൻ പറ്റും. ചിത്രകലയിലാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ഒരു പക്ഷേ പ്രധാനപ്പെട്ട രേഖപ്പെടുത്തേണ്ട ഒരു കാലം എന്ന് പറയുന്നത് ബറോഡ കോളേജ് ഓഫ് ആർട്ടിലുണ്ടായിട്ടുള്ള KP കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള റാഡിക്കൽ മൂവ്മെൻറ്റ്. അതായത് കലയെ, ചിത്രകലയെ പ്രത്യേകിച്ചും ഒരു ജനകീയവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ മൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള റിംസൺ അലക്സ്, അല്ലെങ്കിൽ ജ്യോതി ബാസു, മധുസൂദനൻ ഒക്കെ തുടങ്ങിയ പ്രഭാകരൻ ഒക്കെ തുടങ്ങിയ ആളുകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുതിയൊരു കലാസങ്കല്പം, അതായത് ഇത് മനുഷ്യരെക്കുറിച്ച് കുറച്ചുകൂടി പണിയൊക്കെ എടുക്കുന്ന കർഷകരെക്കുറിച്ചും മുക്കുവരെക്കുറിച്ചും അവരിടയിൽ പോയി താമസിക്കുകയും അവിടെ നിന്ന് കലയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ ദൃശ്യസങ്കല്പം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നത് ഈ പറയുന്ന KP കൃഷ്ണകുമാർ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള റാഡിക്കൽ മൂവ്മെൻ്റ് ഭാഗമായിട്ടുള്ള കാര്യം സൂചിപ്പിക്കാവുന്നതാണ്. ഈ നാടക മേഖല ഒരു പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ജോസ് ചിറമൽ തിയേറ്റർ റൂട്ട്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതുപോലെ നാടകത്തിലുണ്ടാകുന്ന ജനകീയവൽക്കരണം പക്ഷേ ജോസ് ചിറമലായിരിക്കും ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 3 ധാരകളെ കണ്ണി ചേർത്തിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മുദ്രരാക്ഷസം എന്ന് പറയുന്ന നാടകം ഒരുപക്ഷെ കാവാലം നാരായണപ്പണിക്കരുടെ ഈ തനത് നാടകത്തിൻ്റെ തുടർച്ചയാണെന്ന് പറയാവുന്നതാണ്. ഒരു സ്വഭാവമുണ്ട് അദ്ദേഹത്തിന് ആ നാടകത്തിനകത്ത്. ഇപ്പോൾ ചാക്യാർ കൂത്ത് പോലുള്ള
ചില പഴയ ഫോമുകളൊക്കെ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു നാടകങ്ങൾ ഭോമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുരിശിൻ്റെ വഴി പോലുള്ള ചില സാമൂഹിക നാടകങ്ങളൊക്കെ ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ റിയലിസ്റ്റുകളുടെ നാടക ബോധത്തിൻ്റെ തുടർച്ചയാണ് ആയിരുന്നു താനും. അതേസമയം തന്നെ അദ്ദേഹം ജി ശങ്കരപിള്ള സാറിൻ്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിനും ഈ പറയുന്ന ലോക നാടക മേഖലയെ പ്രത്യേകിച്ചും യൂറോപ്യൻ തിയേറ്ററിനെ നിന്നും നല്ല ബോധമുണ്ടായിരുന്ന ഒരു നാടകക്കാരനുമായിരുന്നു ജോസ് ചിറമൽ. ഒരു പക്ഷേ നമ്മളിന്ന് മലയാളത്തിൻ്റെ നാടകത്തിനുണ്ടായിട്ട് വലിയൊരു പരിണാമം എന്ന് പറയുന്നത് ഈ എഴുത്തിൽ നിന്നും എഴുത്ത് എന്ന് പറയുന്ന അല്ലെ കൃതിയിൽ നിന്നും നാടകം എന്ന് പറയുന്നത് വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു ഫോമാണ് എന്നുള്ള ഒരു ധാരണ എനിക്കുള്ള മാറ്റമാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ചും നാടകത്തെ ഒരു സാഹിത്യ രൂപം എന്നുള്ള തരത്തിലാണ് പലപ്പോഴും അതിനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ രൂപപരമായ പരീക്ഷണങ്ങളൊന്നും നാടകമേഖലയിൽ കാര്യമായി നടന്നിട്ടില്ല. വേറൊരു കാര്യം കൂടി ഇവിടെ ചേർത്ത് വെച്ച് പറയാവുന്നൊരു കാര്യം, ഈ നമ്മൾ മലയാളത്തിൻ്റെ ആധുനികത പലപ്പോഴും വളരെ ഒരു ഫ്യൂഡലായിട്ടുള്ള ഒരു ഫ്യൂഡൽ ഒരു സോഷ്യോ കൾച്ചറൽ സ്പേസിലേക്കാണ് ആധുനികത വന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ അതിനൊരു കോൺഫ്ലിക്റ്റ് അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നാടകത്തിൻ്റെ മേഖലയിലാണെങ്കിൽ നാടകം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാമൂഹിക പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇടമായി ചുരുങ്ങി പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് വേറൊരു കാര്യം കൂടി പറയേണ്ടത്, നാടകം അല്ലെങ്കിൽ കലയെ ഒരിക്കലും ഒരു തൊഴിലായിട്ട് മലയാളി സമൂഹം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തൊഴിലായിട്ട് അംഗീകരിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം കലാപ്രവർത്തനം തൊഴിലായി മാറുന്നതോടുകൂടിയിട്ട് കലാകാരന് തൊഴിലിന് വരും, അതിന് കൂലി കൊടുക്കണം. കൂലി കൊടുക്കുമ്പോൾ അതൊരു പ്രൊഡക്റ്റായി മാറുന്നു. അപ്പോൾ അതെന്താണ് ആക്ച്വലി കലാപ്രവർത്തനം, കലാകാരൻ്റെ റോൾ എന്താണ് ഈ സമൂഹത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ളൊരു പരിസ്ഥിതിയിലൂടെയാണ് ഈ കലാലോകം കടന്നു വന്നിട്ടുള്ളത്. അതിനൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു ഫ്യൂഡൽ ഹിസ്റ്ററിയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും കലാപ്രവർത്തനമൊക്കെ അതിന് കൂലിയായിട്ട് നാളികേരം, എണ്ണ, അല്ലെങ്കിൽ അരി, അല്ലെങ്കിൽ നെല്ല് ഒക്കെ കൊടുത്തിരുന്ന ആ പരിസരത്ത് നിന്നും വലിയ മാറ്റമൊന്നും യഥാർത്ഥത്തിൽ ഈ കലപ്രവൃത്തി ചെയ്യുന്ന ആളുകളോട് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം. മറിച്ച് അവിടെ സിനിമയിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന ഫ്യൂഡൽ ഒരു സ്വഭാവം ആ സിനിമയുടെ മേക്കിങ്ങിലും സിനിമയുടെ അതിനകത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനുമൊക്കെ വളരെ ഫ്യൂഡലായിട്ടുള്ള ഒരു ലോകത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും. അത് ചിത്രകലയിലാണ് ഒരു പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് വിഭിന്നമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ചിത്രകല നാടകത്തെയും സിനിമയെയും അതിനെ അപേക്ഷിച്ചിട്ട് അത് കുറേ കൂടി വളരെ വൈയക്തികമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലുള്ള ഇടമായിരുന്നു. സാഹിത്യത്തിലും ഇത് തന്നെയാണ്. അത് വളരെ വൈയക്തികമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നുള്ള ഇടത്തിലാണ് ചിത്രകലയും സാഹിത്യവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ കൂടി നവീനമായ പരീക്ഷണങ്ങൾക്കും സാധ്യതകൾക്കും കാരണമായി തീർന്നു എന്നെനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഈ നാടകത്തെ പുതിയ ഈ മീഡിയ, ഇപ്പോൾ TV മാതിരിയുള്ള ഇത് പ്രചാരം നേടുന്നതോടു കൂടിയിട്ട് നാടകത്തിൻ്റെ തിയേറ്ററിൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധി അവിടെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കൺസ്യൂമറിസ്റ്റ് അന്തരീക്ഷത്തിൽ ഈ കലകളൊക്കെ തന്നെ പലതരത്തിലുള്ള, ഇപ്പം ന്യൂ വേവ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സിനിമ പോലും ഇപ്പോൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. ഒരു മാസ് ആർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൂടുതലായിട്ട് ഇന്ന് നമ്മൾക്ക് സിനിമയുടെ രംഗത്തായാലും മറ്റ് രംഗങ്ങളിലായാലും. ഇത് എനിക്കൊന്ന് ആധുനികതയുടെ തന്നെ ഒരു വലിയ
ഇവിടെ നേരത്തെ MV പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു പ്രതിനിധാനത്തിൻ്റെ തന്നെ ഒരു പ്രതിസന്ധി, അത് എനിക്ക് തോന്നുന്നത് ബഷീർ മുതൽക്ക് ഇങ്ങോട്ട്, ബഷീർ പലപ്പോഴും നമ്മൾ ആധുനിക ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാറില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലം മുതൽക്ക് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെയുള്ള ഇപ്പോൾ അയ്യപ്പനെ പറ്റി എടുത്തു പറഞ്ഞു MV, ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട എഴുത്തുകാരനുഭവിച്ചിട്ടുള്ള ഈ ഭാഷാപരമായിട്ടുള്ള ഒരു അന്യത്വമുണ്ട് അവർക്ക്. ബഷീറിനൊക്കെ അത് ഇപ്പോൾ ശബ്ദങ്ങൾ എന്ന ഒരു നോവൽ നമ്മൾ പരിപൂർണമായിട്ട് തമസ്കരിച്ചൊരു നോവലാണത്, മറന്നുപോയൊരു നോവലാണത്. 1947 ഭരണകൂടത്തിൻ്റെ ഭീകരതയെപ്പറ്റി ഏറ്റവും ശക്തമായിട്ട് അന്ന് പ്രതിഷേധിച്ച ഒരു കൃതിയാണത്. പക്ഷേ മലയാളത്തിൽ അങ്ങനെയുള്ള കൃതികളെ നമ്മൾ എന്തുകൊണ്ട് മുന്നിൽ, അത് ആധുനികയിലേക്കുള്ള വിജയൻ സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മപുരാണം ഞാൻ എഴുതിയത് ഒരു പക്ഷേ അതിനു മുമ്പ് ശബ്ദങ്ങൾ ബഷീർ എഴുതിയത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തുടർച്ചകൾ നമ്മൾ കാണാതെ പോകുന്നു. ഈ ആധുനിക സംവേദന ശക്തിയുടെ വേരുകൾ നോക്കിയാൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ചെന്നെത്തും. തീർച്ചയായിട്ടും ആധുനികതകളുടെ പല അടരുകൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. ചിത്രകലയെ പറ്റിയിട്ട് ഒക്കെ ഇവിടെ ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇന്ന് ഏതാണ്ട് നിലച്ച മട്ടാണ്. കൂടുതലും ഈ ഒരു ചിത്രകലയും കവിതയും തമ്മിലുള്ള ബന്ധം, TR എഴുതിയിട്ടുണ്ട് കഥയും ചിത്രകലയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഖ്യാനവും നാടകവും അല്ലെങ്കിൽ തിയേറ്ററും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഈ സെമിയോട്ടിക് ആയിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട് നമ്മൾ വേണ്ടത്ര രീതിയിൽ അന്വേഷിക്കുന്നില്ല എന്നതും ഇന്ന് ആധുനികതയുടെ നമ്മൾക്ക് ഒരു സാധ്യമായിട്ടുള്ള പരീക്ഷണാത്മകതയുടെ തുടർച്ചയായിട്ട് സാധ്യമായിട്ടുള്ള പല അന്വേഷണങ്ങളും ഇന്ന് സ്തംഭനാവസ്ഥയിലാണ് എന്നതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഒരു ചെറിയ നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ റൗണ്ടിനും കൂടി സമയമുണ്ട്. ഇന്ന് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ചർച്ചയിൽ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റിൽ അത് ഒരാളും പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറിയൊരു ഫലിതം പറയാം. ഈ ഗോവിന്ദൻ CIA ഏജൻ്റാണെന്ന് ഗോവിന്ദനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു അത്രയാ CIA അറിയില്ലേ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ആരെങ്കിലും CIA പറഞ്ഞാൽ നന്നായിരുന്നു, എന്തെങ്കിലും ലഭ്യത കിട്ടുമായിരുന്നേനെ എന്ന്. ഇതിൽ ഞാനിത് തമാശയ്ക്ക് പറഞ്ഞതല്ല കേട്ടോ. ഇതൊരു മറ്റേ ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലുള്ള ഇടപെടലുകൾ, അതും സംസ്കാരത്തിൻ്റെ മേഖലയിലുള്ള ഇടപെടലുകളും നമ്മൾക്ക് ഒരേ തലത്തിൽ കാണാൻ കഴിയാവുന്നതാണോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ മാഷ് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ അതിനോട് ഒന്ന് പ്രതികരിക്കാം. ആധുനികതയുടെ തന്നെ ഒരു സ്വഭാവമായിരുന്നു തുടക്കകാലത്ത് ബൈനറി ഓപ്പോസിറ്റ്സ് വെച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത്, വിരുദ്ധ ദ്വന്ദ്ങ്ങൾ. അതൊരു കൊളോണിയൽ യുക്തിയുടെ തന്നെ ബാക്കി പത്രമാണ്. വെസ്റ്റ് ഈസ്റ്റ്, സിവിലൈസ്ഡ് അൺസിവിലൈസ്ഡ്, പരിഷ്കൃതം അപരിഷ്കൃതം, അല്ലെങ്കിൽ കല റിച്വൽ അനുഷ്ഠാനം, ക്ലാസിക്കൽ ഫ്യൂഡൽ എന്നൊക്കെ പറയുന്ന ഇത്തരം വിരുദ്ധ ദ്വന്ദ്ങ്ങൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംഗതി, അത് കൊളോണിയൽ യുക്തിയുടെ ഭാഗമായിരുന്നു, ആധുനികതയുടെയും ഭാഗമായിരുന്നു. അതേസമയം തന്നെ ആ കൊളോണിയൽ യുക്തിയോട് പ്രതിപ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് അത്തരം വിരുദ്ധ ദ്വന്ദ്ങ്ങളെ അവതർമിക്കുവാനും അവയെ വിമർശിക്കുവാനും അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ് എന്ന ചോദ്യങ്ങൾ ഉയർത്തുവാനും കൂടി ആധുനികതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഈ വ്യക്തത എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ മാഷ് പറഞ്ഞ പോലെ റിയലിസ്റ്റിക്, നിഹിലിസ്റ്റിക്, ഓപ്പൺ ക്ലോസ്ഡ് എന്ന രീതിയിൽ അത്തരം കള്ളികൾ നമ്മൾക്ക് വളരെ സൗകര്യപ്രദമാണ്.
നമ്മൾക്ക് സൗകര്യപ്രദമാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സാഹിത്യമോ നാടകമോ കലയോ പോലെയുള്ള ഒരു അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അതെത്ര നീതീകരിക്കാവുന്നതാണ് എന്ന് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം മാഷോട്ടുള്ള വിമർശനമായിട്ടല്ല, ഇതെടുത്തു പറയാനുള്ള കാര്യം അത്തരം തീർപ്പുകൾ, അത്തരം ഉറപ്പുകൾ, അവയോടുള്ള സന്ദേഹാത്മകതയാണ് ഒരു പക്ഷേ ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്, സന്ദേഹാത്മകത, അതിൽ എന്താണ് യാഥാർത്ഥ്യം? വളരെ കൃത്യമായിട്ട് നമുക്കൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ആ യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതാണോ, കാണുന്നതിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ടോ, അതോ അത് വേറൊരു തരത്തിൽ ഘടനാപരമായ യാഥാർത്ഥ്യമാണോ? ഇപ്പോൾ മാർക്സിസം തന്നെ റേസ് ചെയ്ത ചോദ്യം അതായിരുന്നു. എന്താണ് വാട്ട് ഈസ് റിയാലിറ്റി? അത് ഈ പുറമേ കാണുന്നതാണോ, കീഴെ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോ, ഘടനാപരമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോ എന്ന ആ ചോദ്യം മോഡേണിറ്റിയുടെ ഒരു ചോദ്യം കൂടിയാണ്. ആ ചോദ്യത്തിൻ്റെ പലതരത്തിലുള്ള മാറ്റൊലികൾ നമുക്ക് മറ്റു പല രീതികളിലും കാണാൻ കഴിയും. ഇത് തന്നെയാണ് അഹം അല്ലെങ്കിൽ സ്വത്വം, ഞാൻ എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയെക്കുറിച്ച് എന്താണ് ഞാൻ ഒറ്റ ഒരു സമഗ്രമായ ഒരു എൻറ്റിറ്റിയാണോ, അതോ എന്നിൽ തന്നിൽ പലമകളുണ്ടോ? ഞാൻ സെൽഫ് അതർ എന്ന് പറയുന്ന ഈ ഡിക്കറ്റമി അല്ലെങ്കിൽ ഈ ഒരു ബൈനറി ഓപ്പോസിറ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നതാണോ? ഇവിടത്തൊക്കെ തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ മോഡേണിറ്റിയെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. അവൻ ഇവൻ എന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ ഈ ബൈനറി ഓപ്പോസിറ്റിനെ, അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ, അതിനെ മറിച്ചു പോവാൻ, അതിനെ കടന്നു വയ്ക്കുവാൻ, നിന്നിൽ ഞാനുമുണ്ട് എന്നിൽ നീയുമുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചയിലേക്ക് സംക്രമിക്കാനുള്ളൊരു വലിയ സാധ്യത അതിനകത്ത് തുറക്കുകയാണ്. ഇതും ആധുനികതയുടെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രസകരമായ സംഗതി. ആധുനികത ഏതെങ്കിലും ഒരു പ്രത്യേക കുറ്റിയിൽ കൊണ്ട് കെട്ടാവുന്ന ഒരു പശുവാണ് എന്ന് തോന്നുന്നില്ല. അത് പലതരത്തിലുള്ള ലൊക്യൂഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള വ്യാവഹാരിക രീതികൾ അവലംബിക്കുകയും പലപ്പോഴും അന്യോന്യം വിഘടിച്ച് നിൽക്കുന്ന മൂല്യങ്ങളെ കൂട്ടിപ്പിടിക്കുകയും ആ ഫ്രിക്ഷനിലൂടെ, അവ തമ്മിലുള്ള ഘർഷണത്തിലൂടെ മറ്റൊന്നിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് ആധുനികതയിൽ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മാഷ് നേരത്തെ ചോദിച്ച ഈ വിരാമകൃഷ്ണ മാഷ് ചോദിച്ച അതിൽ അവസാനം ചോദിച്ചൊരു ചോദ്യം വെച്ച് മാത്രം ഞാൻ പറയുന്നു, ഒരു തർക്കത്തിനായില്ല. പക്ഷെ അതിൽ എന്താണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ആധുനികതയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോഴും ആധുനികത ഒരു ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അത് സമ്പൂർണ്ണമായി തീർന്നു കഴിഞ്ഞ, ഉത്തരാധുനികതയിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞ എന്നൊരവസ്ഥ ഞാനതിൽ കാണുന്നില്ല. കാരണം സന്ദേഹാത്മകത എന്ന് പറയുന്നത്, സംശയം എന്ന് പറയുന്നത്, അതിൽ നിന്നും ഉടലെടുക്കുന്ന വിമർശ എന്ന് പറയുന്നത് ഇന്നും ഒരുപക്ഷെ മറ്റെന്നേക്കാൾ ഉപരിയായി ഇന്ന് നമുക്ക് വളരെ പ്രധാനമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. കാരണം വിമർശം എന്നത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ വിമർശത്തിന് ഇന്ന രീതി മാത്രമേ അവലംബിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന കടിഞ്ഞാണിടുന്ന ഒരു രീതിക്ക് പകരം വിമർശത്തെ തുറന്നു കൊടുക്കുന്ന, സന്ദേഹാത്മകതയെ തുറന്നു കൊടുക്കുന്ന ഒരു ആധുനികത ഇന്നും നമുക്ക് വേണ്ടതാണ്. ഞാനതിനെ വീണ്ടെടുക്കേണ്ടതാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിന്നും വേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ഈ ആധുനികതയുടെ ഒരു സർഗാത്മകത ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ ഉള്ളത്. മാഷുടെ ഈ കലയുടെ മണ്ഡലത്തിൽ, ആവിഷ്കാരത്തിൻ്റെ ആയാലും ആസ്വാദനത്തിൻ്റെ ആയാലും വിമർശനത്തിൻ്റെ ആയും മണ്ഡലത്തിൽ ഒരു സ്വച്ഛത, ഒരു സ്വാതന്ത്ര്യം പുലരുന്നുണ്ട്, അല്ലെങ്കിൽ പുലരേണ്ടതുണ്ട് എന്നുള്ളോർത്ത് നമുക്ക് വേണമെങ്കിൽ യോജിക്കാം. പക്ഷെ പുലരുന്നുണ്ട് എന്നാണ് വിവക്ഷയെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വാസ്തവത്തിൽ ഇന്ന് സാഹിത്യമടക്കമുള്ള സകല സാംസ്കാരിക കലാരൂപങ്ങളും കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. കമ്പോളത്തിൻ്റെ നിയന്ത്രണത്തിനും കൽപ്പനയ്ക്കും വ്യവസ്ഥയ്ക്കും വിധേയമായിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ എല്ലാ കലാപ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു അജ്ഞാതരായിട്ടുള്ള
അനേകായിരം ആളുകളെ അഭിസംബോധന ചെയ്യുന്നൊരു കലയും സവിശേഷമായ ഒരു സദസ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പോഴും ആ കലയുടെ രൂപഘടനയിലും ഭാവഘടനയിലും വ്യത്യാസം വരും. ഇപ്പോൾ കമ്പോളം എന്ന് പറയുന്നത് ഇങ്ങനെ അജ്ഞാതരായിട്ടുള്ള അനേകായിരം ആളാണ് അവിടെ ഉള്ളത്. അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു കല എന്ന് പറയുന്നത് ആ കലയുടെ അപ്പോൾ കമ്പോളം എന്ന് പറയുന്നത് കമ്പോളം മാത്രമല്ല, അത് കലയുടെ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തെ തന്നെ മാറ്റിപ്പണിതുകൊണ്ടിരിക്കുകയാണ്, മാറ്റിപ്പണിത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പച്ചയായ പരമാർത്ഥം നിർഭാഗ്യവശാൽ നമുക്ക് പലർക്കും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, ഒരു ഫിക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല അധികാരയന്ത്രം പലപ്പോഴും ഈ കമ്പോളത്തെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അഭിപ്രായങ്ങളെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ വിമർശനം, ഇപ്പം നമ്മളെ വിമർശനത്തിൻ്റെ ഒരു അവസ്ഥ എന്താ? സാഹിത്യ വിമർശനം, കലാവിമർശനം. ഈ കമ്പോളത്തിൻ്റെ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന, നിഷേധിക്കുന്ന ഒരു വിമർശനത്തിന് നമ്മുടെ നാട്ടിൽ സ്പേസ് ഉണ്ടോ? ഞാൻ ലളിതമായിട്ട് ചോദിക്കട്ടെ, മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന ഒരു നോവൽ, അതിനെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സ്പേസ് കൊടുക്കുമായിരുന്നു? സ്പേസ് ഇല്ല. വിമർശനത്തിന് ഇടമില്ലാത്തൊരു കാലം അത്. വിമർശനം ഇല്ല, പ്രമോഷൻ മാത്രമേ ഉള്ളൂ, മാർക്കറ്റിംഗ് ഉള്ളൂ, വിമർശനമില്ല. എന്താ വിമർശനമില്ലാത്തത്? ഈ കമ്പോളത്തിൻ്റെ നിയന്ത്രണാധികാരത്തിന് വിധേയമായിട്ട് വിമർശനം നിൽക്കുക ഒരു കുഴപ്പമില്ല. എന്നാൽ കമ്പോള താല്പര്യങ്ങളെ വെല്ലുവിളിക്കാൻ എഴുത്തുകാരനായാലും വിമർശകനായാലും തുടങ്ങിയാൽ അവനെ ഒറ്റപ്പെടുത്തുകയും അവനെ എന്താ പറയുക, തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് കലയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ ചിന്ത. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആധുനികതയുടെ ഒരു സാഹിത്യത്തിലെ ആധുനികതയുടെ ഒരു ലെഗസി എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ രണ്ട് ധാരകളെ അതിനെ സമഗ്രമായിട്ട് കാണുന്നു. മറ്റ് വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും മികച്ച ഉപലബ്ധി എന്ന് പറയുന്നത് അത് ഈ കമ്പോളത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണങ്ങൾ ഉദ്ധരിക്കുന്നില്ല. കമ്പോളത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് മോഡേണിസ്റ്റ് സാഹിത്യം നമ്മുടെ കാലത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ കരുതുന്നു. ആ ലെഗസിയെ ഇവിടെ നേരത്തെ നാരായണൻ പറഞ്ഞ പോലെ നമുക്ക് വീണ്ടെടുക്കണമെന്നോ തിരിച്ചെടുക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ആണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ എന്താ പറയുക, ഡി അഡിക്ഷൻ എന്ന് പറയണില്ലേ, ആ ഡി അഡിക്ഷന് പോകുന്നതിനേക്കാൾ നല്ലത് അഡിക്ഷൻ ഇല്ലാതെയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അഡിക്ഷൻ, കമ്പോളം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു അഡിക്ഷൻ, ആ അഡിക്ഷനെ പ്രതിരോധിക്കുക, ചെറുത്ത് തോൽപ്പിക്കുക. കമ്പോളം എന്ന് പറഞ്ഞാൽ അധികാര വ്യവസ്ഥയാണ്, അങ്ങാടിയല്ലത്, അത് അധികാരമാണ്. അധികാരത്തിൻ്റെ ഏറ്റവും ആധുനികമായ രൂപമാണ് കമ്പോളം. ആ അധികാരത്തിൻ്റെ ശാസനകൾക്ക് മുമ്പിൽ ഇപ്പം ഈയിടെ മലയാളത്തിൽ വലിയൊരു ചെറുകഥാകൃത്ത് പറഞ്ഞു, കാരണവരാണ് അദ്ദേഹം, പറഞ്ഞു ഈ എഴുത്തുകാരൻ ഈ അധികാരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യലല്ല എഴുത്തുകാരൻ്റെ പണി. ഞാൻ അതിനോട് 100% യോജിപ്പാണ്. പക്ഷേ ഈ നമ്മളറിയാതെ ഈ കമ്പോളത്തെ വിധേയമായിട്ട് നിൽക്കുകയാണ്, കമ്പോളത്തിൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. കമ്പോളത്തിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാനുള്ള നട്ടല് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള എനിമി ഏതാണെന്ന് തിരിച്ചറിയാതെ വ്യാജമായ ആഖ്യാനങ്ങളിൽ അഭിരമിക്കുന്ന നമ്മുടെ വിചാര ജീവിതം ഒരു സ്വയം വിമർശനത്തിന് സമയം വൈകിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മലയാളി ആധുനികതയുടെ ഒരു ആഴമില്ലായ്മയെക്കുറിച്ച് പരാമർശിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് പാരമ്പര്യം, അരക്ഷിതാവസ്ഥ, ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. ഇത് ആധുനിക കാലത്ത് ആധുനിക മനുഷ്യൻ
ആധുനിക കലാകാരൻ എങ്ങനെയാണ് ഈ ലോകത്തെ കാണേണ്ടത്, ഇപ്പോഴത്തെ കാലത്തെ കാണേണ്ടത്, ഈ പഴമയോടുള്ള ഈ പറയുന്ന ഈ റൊമാൻറ്റിസിസിൽ നിന്നുകൊണ്ട് എനിക്ക് പുതിയ കാലത്തെയും ഈ പുതിയ സ്ഥിതിവിശേഷത്തെയും പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഈ പുതിയ കോണ്ടാക്സിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് അതിനൊന്ന് പ്രോബ്ലമാറ്റൈസ് ചെയ്യേണ്ടതുണ്ട് മലയാള കലാലോകം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള കലാജീവിതത്തിൽ കലാപരീക്ഷണങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളെ നിരാകരിക്കുകയും ചില കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ഒരു വിമർശനാത്മകമായിട്ട് മലയാളിയുടെ ആധുനിക ബോധത്തെ ശ്രദ്ധയോടെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് നമ്മൾ ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നത്, ഒരുപക്ഷെ കാരണം ഈ ആധുനികതയിലുണ്ടായിട്ടുള്ള ആഴമില്ലായ്മയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ ഓഡിയൻസിനുള്ള സമയമാണ്. നമ്മൾക്ക് ഒരു 10 മിനിറ്റിലധികം സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. 10 സംഘാടകർ തരുന്ന സമയത്തോളം ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ 13 മിനിറ്റ്. അതെ, 13. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയാം. അധികം ദീർഘിപ്പിക്കാതെ ഒരു മറ്റുള്ള അവർക്കും കൂടെ അവസരങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാഷ് പറഞ്ഞ ഈ കമ്പോളത്തിൽ നിന്ന് നമ്മളുടെ സാഹിത്യത്തെ മുക്തമാക്കുന്ന ഒരു ദർശനം പറഞ്ഞിരുന്നു. ഞാൻ പറയുന്നത് ഈ അധികാരമല്ലേ ഈ കമ്പോളത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അധികാരത്തിൽ നിന്ന് മുക്തനാകാത്തിടത്തോളം കാലം കമ്പോളത്തിൽ നിന്ന് മനുഷ്യനെ മുക്തനാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. അത് സാഹിത്യത്തിനും പ്രതിഫലിക്കില്ലേ എന്നൊരു ചോദ്യം കൂടെയുണ്ട്. കമ്പോളം എന്ന് പറയുന്നത് അധികാരം പോലെ തന്നെ സനാതനമായൊരു സംഭവമല്ല. അധികാരമില്ലാത്ത കാലം ഉണ്ടായിരുന്നല്ലോ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ, മനുഷ്യർക്കിടയിൽ. ആ അധികാരമില്ലാത്ത ഒരു കാലം അസാധ്യമല്ല. അതുപോലെ തന്നെ കമ്പോളമില്ലാത്തൊരു കാലവും അസാധ്യമല്ല. അതൊന്ന്. രണ്ടാമത്, അധികാരത്തിനെതിരായിട്ടുള്ള സമരം അസാധ്യമാണ് എന്നാണ് അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം. അധികാരത്തിനെതിരായ സമരം എന്ന് പറയുന്നത് ചരിത്രത്തിലുടനീളം നൂലോടി കിടക്കുന്ന ഒരു പലപ്പോഴും പരാജയപ്പെട്ട സമരങ്ങളായിരിക്കും. പക്ഷേ ആ പരാജയപ്പെട്ട സമരങ്ങളുടെ പരമ്പരകളാണ് ചരിത്രത്തിലെ ഗംഭീരമായ പരിവർത്തനങ്ങൾക്ക് ശക്തി പകർന്നത്.
നമസ്കാരം. ഈ കേരളയും ഇന്ത്യയും അടങ്ങുന്ന ലോകം പോസ്റ്റ് മോഡേൺ എറയിൽ നിൽക്കുമ്പോൾ കേരളയും ഇന്ത്യ അടങ്ങുന്ന ഈ ലോകം ഒരു പോസ്റ്റ് മോഡേൺ എറയിൽ നിൽക്കുമ്പോൾ ഈ മലയാളത്തിൻ്റെ ആധുനികത എന്ന് പറയുന്ന ഈ ഒരു ചർച്ചയിൽ ഈ പോസ്റ്റ് മോഡേണിസം എത്രത്തോളം വന്നിട്ടുണ്ട് എന്നത് ഒരു സംശയം കിടക്കുന്നുണ്ട്. പിന്നെ ഈ മലയാളം മലയാളത്തിൻ്റെ ആധുനിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റും? ഈ മലയാള ഭാഷയുടെ ആണോ, മലയാള സാഹിത്യത്തിൻ്റെ ആണോ, മലയാളം സംസാരിക്കുന്നവരുടെ ആണോ, ഉപയോഗിക്കുന്നവരുടെ ആണോ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ്. തുടക്കത്തിൽ അതാണ് വ്യക്തമാക്കാൻ ശ്രമിച്ചത്. മോഡേണിറ്റി എന്ന് പറയുമ്പോൾ അത് കേരള സമൂഹത്തിൻ്റെ തന്നെയാണ്. അതിൽ ഭാഷയും ജനങ്ങളും സാഹിത്യവും എല്ലാം ഉൾപ്പെടും. പക്ഷേ ഈ ആധുനികവാദം അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടി ഈ കലാ ആവിഷ്കാരങ്ങളുടെ ഒരു മേഖലയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതാണ് ചിത്രകല മുതൽക്ക് സിനിമ മുതൽക്ക് ഇങ്ങോട്ടുള്ള പല ആവിഷ്കാര മേഖലകളിലും നൂതനമായിട്ടുള്ള ഒരു ഭാവുകത്വം ഉയർന്നു വരുന്നതിൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു സംവേദനാത്മകമായിട്ടുള്ള പുതിയ ചിന്തകളും അത് ഇവിടെ ചർച്ചയിൽ തന്നെ അത്ര തന്നെ വ്യക്തമാവാത്തതിൻ്റെ ഒരു കാരണം ഈ ആധുനികത അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുന്ന ഒരു തരം ഒരു ക്ലൈമറ്റ് ഓഫ് ഐഡിയാസൊക്കെ ആയിരുന്നു. അല്ലാതെ ഒരു ഈ പിൽക്കാലത്താണ് ഇതിനൊരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഭാവുകത്വ വ്യതിയാനമായിട്ടോ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് റിട്രോസ്പെക്റ്റീവ്ലി. അത് ഇതൾ വിരിയുന്ന കാലഘട്ടത്തിൽ ഇത് ഇന്നതായിരുന്നു എന്ന് പറയുക എളുപ്പമായിരുന്നില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാവന ലോകങ്ങളുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ വിജയനും ആനന്ദും എടുത്താൽ, ഇപ്പോൾ ആനന്ദിൽ മലയാള ഭാഷയിലെ വൈവിധ്യങ്ങളൊന്നും കണ്ടു എന്ന് വരില്ല. അതേസമയം വിജയൻ ഈ ചെറിയ ചെറിയ ഡയലക്ട്സിനെ പറ്റി പോലും വലിയ തരത്തിൽ വേദനിച്ച മനുഷ്യൻ, അതിൻ്റെയൊക്കെ ഭാവിയെപ്പറ്റി, അതിൻ്റെ ഒരു ജൈവ ലോകത്തെ പറ്റിയൊക്കെ വളരെ ആഴത്തിൽ ചിന്തിച്ച ഒരു മനുഷ്യനാണ്, എഴുത്തുകാരനാണ് വിജയൻ. അപ്പോൾ ഇതിൽ സമാന്തരമായി പ്രവർത്തിക്കുമ്പോഴും അവർ വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ കവിതയുടെ ഒരു നൈരന്തര്യമല്ല നമ്മൾക്ക് അയ്യപ്പ പണിക്കരുടെ കവിതയിലോ ആറ്റൂരിൻ്റെ കവിതയിലോ ഒക്കെ കാണാൻ കഴിയുക. അത് അവരൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ആശയലോകത്തിൻ്റെ ഭാഗമായി, പക്ഷേ പിന്നീട് പല സംഭവങ്ങളോടും അനുഭവങ്ങളോടും മറ്റ് കലാവസ്തുക്കളോടും കലാനുഭവങ്ങളോടൊക്കെ പ്രതികരിച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ടുള്ള ഒരു ഭാഷയുണ്ടാക്കുകയാണ്. അപ്പോൾ മലയാളത്തെ വളരെയധികം സമ്പന്നമാക്കുക മാത്രമല്ല, അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. അത് നാരായണൻ എടുത്തു പറഞ്ഞു. ഈ വൈരുദ്ധ്യങ്ങൾ ഒരു പക്ഷേ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൂടിയാണ് ആധുനികതയെ ഇന്ന് നമ്മൾക്ക് ഒരു പക്ഷേ വളരെ പ്രസക്തമാക്കുന്നത്. ആ വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള ആശയലോകങ്ങളെ നമുക്ക് ബന്ധിപ്പിക്കാനുള്ള ഒരു ചിന്താസരണി അത് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സാധ്യതകൾ ഇന്നും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സർഗാത്മകമായിട്ട് ചിന്തിക്കുന്ന ഏതെഴുത്തുകാരനും, അത് നിരൂപകനായാലും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്കൊക്കെ ഒരുപോലെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എനിക്ക് തോന്നുന്നത് വളരെ ഇന്നത്തെ മലയാളത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അതിന് ഒരു വലിയ പ്രസക്തി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മിനിറ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾക്കിവിടെ ഈ സെഷൻ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. ഒരു ചോദ്യം പറയൂ. ഫ്രെഡറിക്,
ജെയിംസൺ പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ച് പറയുന്നത് ലേറ്റ് ക്യാപിറ്റലിസത്തിൻ്റെ കൾച്ചറൽ ലോജിക് എന്നുള്ള നിലയ്ക്കാണല്ലോ. എല്ലാ കലകളിലും സാഹിത്യത്തിലും എല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇത് കടന്നുകൂടുന്നുണ്ട് എന്ന് പറയുന്നു. മലയാള സാഹിത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഒരു മുഴുവൻ സെഷൻ ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. ഈ പോസ്റ്റ് മോഡേൺ എന്ന് പലപ്പോഴും വിവക്ഷിക്കുന്ന ഒരു അത് മോഡേണിൻ്റെയും പിറകിലോട്ട് ചിലപ്പോൾ തുടങ്ങാം. അത് കാലവാചിയായിട്ടുള്ളൊരു സംജ്ഞയല്ല, അത് ആശയവാചിയായിട്ടുള്ള. ഇപ്പോൾ ഡോൺ കൊയോട്ടെ എന്ന നോവല് അത് മോഡേൺ എന്ന് പറയാം, ആദ്യത്തെ വലിയ നോവലാണ്. പക്ഷേ അത് ഒരു പോസ്റ്റ് മോഡേൺ വർക്ക് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിപ്രസെൻറ്റേഷൻ ഇങ്ങനെയുള്ള പല ഇതിനെ പറ്റിയിട്ടുള്ള ആധികാരികമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതിനെയും പ്രശ്നവൽക്കരിക്കുന്ന ഒരു ചിന്താ പരിസരമാണത്. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് മോഡേൺ വളരെ ലിബറേറ്റിംഗ് ആണ്. അതിൻ്റെ വലിയൊരു എന്താണ് വിമോചകമാണ് അതിൻ്റെ ഒരു അത് പല തരത്തിലുള്ള നമുക്കറിയാം ബൃഹദാഖ്യാനങ്ങൾ, ഗ്രാൻഡ് നറേറ്റീവ്സ്, ഉട്ടോപ്യനായിട്ടുള്ള വലിയ ലോകത്ത് പറുദീസകൾ വാഗ്ദാനം ചെയ്യുന്ന വലിയ തരത്തിലുള്ള ആശയലോകങ്ങളെയൊക്കെ അത് ഏത് തരം ബൃഹദാഖ്യാനങ്ങളെയും അത് സംശയിക്കുന്നു. ആ തരത്തിൽ അത് നമ്മളെ വിമോചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന ആശയലോകത്തിന് തീർച്ചയായും ഇങ്ങനെ ഉള്ള ചില സാധ്യതകൾ ഒരു പക്ഷേ നൊമാഡിക് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഈ ഡെല്യൂസൊക്കെ പറയുന്ന ഒരു തരം ഒരു ബന്ധങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എന്നൊക്കെ ഒരു കേന്ദ്രമല്ല. കേന്ദ്രത്തിൽ നിന്ന് എല്ലാ അർത്ഥങ്ങളും വരുന്നു. ഒരു കേന്ദ്രത്തിലെ അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കുക ആ അർത്ഥത്തിലല്ല. എല്ലായിടത്തും അത് പടർന്ന് നിൽക്കുന്ന ഒരു ഫ്ലൂയിഡായിട്ട് അത് നാരായണൻ സൂചിപ്പിച്ചു. ഈ ഒരുതരം പരന്നൊഴുകുന്ന ഒരു സർഗാത്മകതയുടെ ആ ഒരു ഭാഷയിലായാലും അനുഭവത്തിലായാലും അതിൻ്റെ ഒരു തലത്തിൽ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ കാർണിവലൊക്കെ അയ്യപ്പൻ്റെ കഥകൾ ഒക്കെ പറഞ്ഞു. അതിൽ ഉള്ള ഈ വളരെ നാടനായിട്ടുള്ള വിശ്വാസങ്ങൾ, ഇത് നമ്മളതിനെ പ്രതിലോമം എന്നൊക്കെ പറയും, അന്ധവിശ്വാസം എന്നൊക്കെ പറയും. പക്ഷേ അത് ഈ അയ്യപ്പൻ്റെ കഥകളിൽ വളരെ ലിബറേറ്റിംഗ് ആയിട്ട് വേറൊരു ലോകം ഉണ്ടാക്കുന്നു. ആ ലോകം ഉണ്ടാക്കാനുള്ള അതിൻ്റെ കഴിവ്. പ്രതിലോമം എന്ന് പറയുമ്പോൾ നമ്മളൊരു ചില കാര്യങ്ങളുടെ മറുപുറം കാണുന്നില്ല എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് മോഡേൺ എന്നത് ഇന്നും മലയാളത്തിൽ പല രീതികളിൽ പ്രാവർത്തികമാവുന്ന ഒരു ഭാവനയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് സാധ്യതകളേറെയാണ്. തീർച്ചയായും വളരെ വലിയ ഒരു ഓഡിയൻസ് ഇവിടെ സന്നിഹിതരായിരുന്നു. ഈ ഒരു ഗൗരവപ്പെട്ട ചർച്ചയിൽ ഇത്രയും ആൾക്കാർ പങ്കെടുത്തു എന്നത് കേരള സാഹിത്യ അക്കാദമിക്കും അഭിമാനിക്കാൻ ഒരു വകയുള്ള കാര്യമാണ്. രാവിലെ 10 മണിക്ക് തന്നെ എത്തി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, സ്നേഹം.